400 ആളുകളുണ്ടാവും. 1400 ആളുകൾ. അത് പല ഗോത്രക്കാരാണ്. ഓരോ ഗോത്രത്തിന്റെയും പ്രതിനിധികൾ വന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ കൈകളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, മക്കയിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഉസ്മാന്റെ രക്തത്തിന്റെ പകരം ചോദിക്കാൻ മരണം വരെ ജിഹാദ് ചെയ്യുമെന്ന് ഞങ്ങൾ അങ്ങയോട് കരാർ ചെയ്യുന്നു റസൂലേ. അപ്പോഴാണ് റസൂലുള്ളാഹിക്ക് സമാധാനമായി. കാരണം അത് ബൈഅത്താണ്, അതൊരു കരാറാണ്. പക്ഷെ ഇവര് ബൈഅത്ത് ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരൊറ്റ വാർത്ത മക്കയിൽ കേട്ടതോടുകൂടി മക്കയിലുള്ള ആളുകൾ പേടിച്ചിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിട്ടയച്ചു. യുദ്ധം ചെയ്യേണ്ടി വന്നില്ല. പക്ഷെ അതൊരു കരാർ. ബൈഅത്ത് ഷജറ എന്നൊരു പേരുണ്ട്. അവിടെ ഒരു മരം ഉണ്ട് ഹുദൈബിയയിൽ. ആ മരത്തിന്റെ താഴെ വെച്ചിട്ടാണ് അവർ ആ ബൈഅത്ത് ചെയ്തത്. പിന്നീട് പല റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷം പേർഷ്യയിലും റോമിലും നടന്ന പോരാട്ടങ്ങളിൽ പടക്കളത്തിൽ സഹാബികൾ പറയാറുണ്ടായിരുന്നു, നഹ്നുല്ലദൂന ബയഉ മുഹമ്മദാ അലൽ ജിഹാദി മാ ബഖീനാ അബദാ. പോരാളികളായ സഹാബികൾ ശത്രുക്കളോട് പറയാറുണ്ട്, ഞങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയോ? ഞങ്ങളുടെ എണ്ണം കുറവാണെന്ന് നിങ്ങൾ കണക്കിലെടുക്കണ്ട. ഞങ്ങൾ ഞങ്ങളുടെ നേതാവായ മുഹമ്മദിനോട് മരണം വരെ പോരാടുമെന്ന് ബൈഅത്ത് ചെയ്ത് വന്നവരാണ്. ഞങ്ങൾ പിന്മാറുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അതാണ് സഹാബികൾ. ആ സഹാബികളോട് റസൂലുള്ളാഹ് ഓരോ സന്ദർഭങ്ങളിലും ഓരോ വിഷയത്തിലും ബൈഅത്ത് ചെയ്തു. അതാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു റസൂൽ പറഞ്ഞു ഞങ്ങളോട് ബൈഅത്ത് ചെയ്യൂ, ബൈഅവിനി എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങൾ ബൈഅത്ത് ചെയ്തല്ലോ നിങ്ങളോട്. അവർ റസൂൽ അവരെ കൊണ്ടതിന് മുമ്പ് എല്ലാം ചെയ്യിച്ചിട്ടുണ്ട്. നിസ്കരിക്കാമെന്ന് ബൈഅത്ത് ചെയ്തിട്ടുണ്ട്, നോമ്പ് നോൽക്കുന്ന ബൈഅത്ത് ചെയ്തിട്ടുണ്ട്, സക്കാത്ത് കൊടുക്കുന്ന ബൈഅത്ത് ചെയ്തിട്ടുണ്ട്, ഹജ്ജ് ചെയ്യുന്ന ബൈഅത്ത് ചെയ്തിട്ടുണ്ട്, ഒക്കെ അവർ ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. അതായത് റസൂല് എങ്ങനെയാണോ ഒരു മുസ്ലിമിന്റെ ജീവിതം ആഗ്രഹിക്കുന്നത് അതുപോലൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. കളവ് പറയില്ലാന്ന് ബൈഅത്ത് ചെയ്തിട്ടുണ്ടവർ, വഞ്ചിക്കൂലാന്ന് ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ബൈഅത്ത് ചെയ്തവരാണ്. അവർക്ക് പിന്നെ ചെയ്യാൻ കഴിയുമോ? പിന്നെയും റസൂൽ അവരെ വിളിച്ചാണ്ട് ബൈഅവിനി എന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു, റസൂൽ ഇനി ഞങ്ങൾ എന്താ ബൈഅത്ത് ചെയ്യേണ്ടത്? അപ്പൊ റസൂല് പറഞ്ഞു, ഒരാളോടും ഒന്നും ചോദിക്കൂല എന്ന് ബൈഅത്ത് ചെയ്യണം. ഒരാളോടും ഒന്നും ചോദിക്കൂല. ആ വാക്ക് ശരിക്കും മനസ്സിലാക്കണം. ഒരു മനുഷ്യനോടൊന്നും ചോദിക്കൂല. ബൈഅത്ത് ചെയ്തു അവര്. നമ്മളോടൊക്കെ ബൈഅത്ത് ചെയ്യാൻ പറഞ്ഞാൽ നിസ്കരിച്ചോളാം ബൈഅത്ത് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. നീ തറാവീഹ് 20 അല്ല 40 നിസ്കരിക്കണമെന്നാലും നമ്മൾ ബൈഅത്ത് ചെയ്യും. അത് ബുദ്ധിമുട്ടുള്ള പണിയല്ല. നല്ല പള്ളിയുണ്ട്, ഹൗലുണ്ട്, വെള്ളമുണ്ട്, ഫാനുണ്ട്, നല്ല ചുർക്കുള്ള ലൈറ്റ് ഉണ്ട്, കാർപ്പറ്റ് ഉണ്ട്. നിസ്കരിക്കാൻ പണിയൊന്നുമില്ല. ബൈഅത്ത് ചെയ്യാതെ ധൈര്യമായിട്ട് അല്ലേ? ഖത്തം തീർക്കണം എന്ന് പറഞ്ഞാണെങ്കിൽ ബൈഅത്ത് ചെയ്ത് കൊടുക്കും. അറ ചോദിക്കരുത് കാരണം ബൈഅത്ത് ചെയ്യോ? പണം ചോദിക്കരുത് കാരണം ബൈഅത്ത് ചെയ്യോ? സഹാബികൾ എന്തും ബൈഅത്ത് ചെയ്യും അല്ലാഹുവിന്റെ റസൂലിനോടാണ്. അവർക്ക് കുഞ്ഞാവില്ലല്ലോ. അവര് നതഫറഖുൽ ഇബാദാർന്ന ആളുകളല്ലേ. റസൂൽ ഞങ്ങൾക്കൊന്നും വലിയ ഖൈറായിട്ടൊന്നുമില്ല, ഞങ്ങൾക്ക് ഖൈർ ഞങ്ങളുടെ വിഭാഗത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കാൻ സമയം കിട്ടുകയാണെന്ന് പറഞ്ഞ ആളുകളല്ലേ. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ കയ്യിൽ കൈവച്ചിട്ട് ബൈഅത്ത് ചെയ്തു. അല്ലാഹുവിന്റെ തിരുദൂതരെ ഒരാളോടും ഒന്നും ചോദിക്കുകയില്ല. മഹാനവറുകൾ പറയാണ്, അത് ചെയ്തതിന് ശേഷം ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുമ്പോ ചിലപ്പോ ഒട്ടക ചാട്ടവാറുണ്ടാവില്ല കയ്യിൽ. ഈ അടിക്കണ സമയത്ത് ചിലപ്പോൾ അത് കയ്യിൽ നിന്ന് ഊർന്ന് താഴെ വീഴും. എന്നാൽ ആ ബൈഅത്ത് ചെയ്ത കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ആ ഒട്ടകത്തിന്റെ ചാട്ടവാറ് താഴെ കിടന്നാൽ മൂപ്പര് താഴെ ഇറങ്ങിയിട്ട് അത് എടുക്കുക എന്നല്ലാതെ വേറൊരാളോട് അതൊന്നും എടുക്കുമെന്ന് പറയാറുണ്ടായിരുന്നില്ല. ആ സൂക്ഷ്മത നിങ്ങൾക്ക് മനസ്സിലായോ? എങ്ങനെയാണ് റസൂലുള്ളാഹിന്റെ വാക്കുകൾ അവർ സ്വീകരിച്ചത്? ഒരു ചാട്ടവാറ് താഴെ വീണാൽ അതങ്ങ് എടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഞാൻ മഹാനായ ഷെയ്ഖുന ഓക്കെ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ, നിങ്ങൾക്കറിയാലോ, ഓക്കെ ഉസ്താദ് നമ്മൾ വിളിച്ചിരുന്ന ചാലിയത്ത് 50 വർഷത്തിലധികം ദർശനത്തെ മഹാനായ ഓക്കെ ഉസ്താദ് വഫാത്തായി പോയിട്ട് അധികം കൊല്ലമായിട്ടില്ല. നമ്മുടെ കണ്ണുമ്പിൽ ജീവിച്ച മഹാനാണ്. ഓക്കെ ഉസ്താദിന്റെ ഒരു ജീവിത കഥ എഴുതാൻ വേണ്ടി കോളേജ് കമ്മിറ്റി എന്നെ ഏൽപ്പിച്ച് ഞാനതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഓക്കെ ഉസ്താദിന്റെ ഒരു അരുമ ശിഷ്യൻ എന്നോട് സംഭവം പറഞ്ഞു. രണ്ടത്താണ് കേക്കേപ്പുറത്ത് ഓക്കെ ഉസ്താദ് ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം. ആ സമയത്ത് മഗ്രിബിന്റെ സമയമാണ്, ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്, ഏതാണ്ട് ഇരുട്ടായി. പിന്നെ പഴയ പള്ളിക്കാടും അല്ലേ, അല്ലെങ്കിൽ തന്നെ വെളിച്ചുണ്ടാവില്ല. രണ്ടത്തന കേക്കപ്പുറം പള്ളി അറിയുന്നവർക്ക് ഒരു പഴയ കാട്ടിലുള്ളൊരു പഴയ പള്ളിയാണ്.
അപ്പൊ പള്ളിയിലേക്ക് കയറുന്ന കുറച്ച് ഒതുക്കല്ലുകളുണ്ട്. ആ ഒതുക്കല്ലിന്റെ താഴെ ഉസ്താദ് ഇങ്ങനെ എന്തോ ചെരിയാണ്, അവിടെ കുറെ പുല്ലും കമ്മലും എല്ലാം കൂടി കിടക്കുന്നുണ്ട്. ഇതിനിടയിൽ മൂപ്പരിൽ ഇങ്ങനെ ചെരിയാണെന്നോ. അപ്പോഴാണ് ഞാനിപ്പറഞ്ഞ എന്നോട് ഈ കഥ പറഞ്ഞ ശിഷ്യൻ അങ്ങോട്ട് ചെല്ലുന്നത്. മൂപ്പരവിടെ ഇങ്ങനെ കുറച്ചു നേരം നിന്ന് ഉസ്താദ് എന്താ തെരയണം, മൂപ്പരും തന്നെ എന്താ അറിയില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കും. അവസാനം ചോദിച്ചു എന്താ ഉസ്താദ് തരണത്. അപ്പൊ പറയുന്നത് ഞാൻ പല്ലേക്കണം മുസ്വാക്ക് ഇവിടെ വീണുപോയി. അത് സ്വയം ശരിയാണ്. ഞാനൊക്കെയാണ് എന്താ ചെയ്യുക, മുസ്വാക്ക് വീണുണ്ടെങ്കിൽ കുട്ടികളാരെ വിളിച്ചാൽ എന്റെ മുസ്വാക്കുണ്ട് പോയിട്ട് അത് എടുത്തോണ്ട് അറിയില്ല. അത് പിന്നെ അവരെ പണിയല്ല തരികയല്ലേ. ഷോക്കസ്താദ് ചെയ്യല്ല, മൂപ്പര് സ്വയം ശരിയാണ്. ഒരു മനുഷ്യനോട് ചോദിച്ചപ്പോ അതൊരു ഇൻഫർമേഷൻ ആണല്ലോ. മുസ്വാക്ക് പോയി അല്ലാതെ എടുക്കണം എന്നല്ല പറഞ്ഞത്. എന്റെ മുസ്വാക്കോട് വീണുപോയി എന്നേ പറഞ്ഞു. മുപ്പര തെരച്ചിൽ തുടരുക തന്നെയാണ്. അത് റസൂലുള്ളാഹിന്റെ ഇത്തിബാഅാണ്. ആർക്കാണ് അങ്ങനെ ജീവിക്കാൻ കഴിയുക? ആർക്കാണ് അങ്ങനെ ജീവിക്കാൻ കഴിയുക? ഒരു മനുഷ്യനോട് ഒരു സഹായം, അതൊരു നിസ്സാര കാര്യമല്ലേ. ഒരു മുസ്വാക്ക് വേണ്ട ഏതൊരു ആളും ടീച്ചറിനോട് പറയുന്നത് എന്റെ ബ്രഷ് അവിടെ വീട്ടിൽ ആരാണ് പറയാത്തത്? പക്ഷെ അത് പറയുന്നില്ല മഹാനായ പണ്ഡിതൻ. കാരണം അള്ളാന്റെ ഹബീബായ റസൂലിന്റെ ഹദീസിൽ ഇങ്ങനെയുണ്ട്, സ്വഹാബികളോട് അവിടുന്ന് കരാർ വാങ്ങിയിട്ടുണ്ട്, ആരോടൊന്നും ചോദിക്കരുത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് ഒരു മുസ്ലിമിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ. നമുക്കൊക്കെ ആരാന്റെതേ ആവശ്യമുള്ളൂ, അഫ്നാന്റെതല്ല. ഒക്കെ ബാക്കിയുള്ളവരോട് ചോദിക്കും. ഒരു പൊര ഉണ്ടാക്കിയാല് ആ പൊരയ്ക്ക് അമ്മി മുതൽ സകല സമാന സാധനങ്ങളും ആ പെണ്ണിന്റെ പൊരയിൽ നിന്ന് അവർ കൊടുത്തോളും അല്ലേ? ഇവിടെ അങ്ങനെ ഉണ്ടോ? ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ്. ഭാര്യ വീട്ടിൽ നിന്ന് വീട്ടിലേക്കുള്ള സാധനങ്ങൾ കൊടുക്കും. ഇവിടെ അങ്ങനെ പിന്നെ അങ്ങനെ ഭാര്യ വീടുണ്ടാവില്ല അല്ലേ? എനിക്കറിഞ്ഞുകൂടെ അവിടെ കൃഷിയുണ്ടോ? ഞങ്ങളുടെ നാട്ടിലെ രീതിയാണ്. എന്നിട്ട് ഇതിനെതിരെ പോരാടാണ്, ജിഹാദ് ചെയ്യാണ്. എന്നാലും ആളുകൾക്ക് ബാക്കിയുള്ളവർക്ക് പറഞ്ഞ സ്വീകരിക്കും. ഈ ജാതി വിഷയങ്ങളൊന്നും അവർക്ക് തലയിലേറില്ല. നിസ്കരിക്കാനും നോൽപോൽക്കാനും നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളാം, അപ്പൊ നമ്മൾ ചെയ്തോളാം. ഒരു വലിയ വിഷയമൊന്നുമല്ല, അതിലൊക്കെ റെഡിയാണ്. അതിലൊന്നല്ല കാര്യം. പക്ഷേ എന്നിട്ട് ആളുകളെ കഷ്ടപ്പെടുത്തുക. എനിക്കറിയാം, ഞാൻ ജിദ്ദയിലുള്ള സമയത്ത് ഒരു സാധു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞാണ്, ഉസ്താദ് 2 കൊല്ലത്തെ അധ്വാനം പോയാണ്. അപ്പൊ ഞാൻ വിചാരിച്ച ജിദ്ദയിൽ പഴയ കൊള്ളയും പിടിച്ചോറെ കാണിക്കണാണ്. അവിടെ എപ്പോഴും കേൾക്കണാണ്. കടയിലേക്ക് പൂട്ടി പോകുന്ന സമയത്ത് തട്ടിപ്പറിച്ച് പോയി 10,000 റിയാല് പോയി, 20,000 റിയാല് പോയി. ഈ കറുപ്പന്മാർ കുറെ ആളുകൾ ഈ കൊള്ളക്കാരൊക്കെ അവർ കൊണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച അങ്ങനെ ഇവിടുത്തെ കാശിങ്ങനെ പോയി എന്നാ ഞാൻ വിചാരിച്ചു. 2 കൊല്ലത്തെ അധ്വാനം പോയി. ഞാൻ ചോദിച്ചു എന്ത് പറ്റി എന്ന്. അപ്പൊ സംഭവം എന്താ വെച്ചാൽ കഴിഞ്ഞ 2 കൊല്ലത്തെ അധ്വാനമല്ല, വരാനിരിക്കുന്ന 2 കൊല്ലത്തെ അധ്വാനമാണ് പോയിട്ടുള്ളത്. അപ്പൊ ഞാൻ അവനെ ഇച്ചിരി വിശദമായിട്ട് ചോദിച്ചു. അവൻ പറഞ്ഞ സംഭവം എന്താ അറിയോ? ഗൾഫിൽ വന്നിട്ട് 2 വർഷമായിട്ടുള്ളൂ. ആ 2 വർഷം കൊണ്ട് അവന്റെ കടം വീടിയിട്ടില്ല. വിസന്റെ പൈസ കൊടുക്കാനുണ്ട്. അത് വീടുന്നതിന് മുമ്പാണ് പോന് തനാസുല് ചെയ്യേണ്ടി വന്നത്, കഫീലിനെ ചേഞ്ച് ചെയ്യാൻ. അതിന് 6,000 റിയാൽ പറഞ്ഞാൽ ഏതാണ്ട് 70-80,000 റുക്കോളം വരും. ഇതിനിപ്പോ ഉണ്ടാക്കിയിട്ട് വേണം അത് കൊടുക്കണം. അതേതായാലും അവിടുന്ന് കടം വാങ്ങിയാണ് ഒപ്പിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ 2 കൊല്ലം കഴിഞ്ഞ് കഷ്ടപ്പെടിക്കുന്ന സമയത്താണ് ഇവന് നാട്ടിൽ ഭാര്യയുണ്ട്, ചെറിയ പിഞ്ചു മക്കളുണ്ട്, തറവാട് വീട്ടിലാണ് താമസിക്കുന്നത്. അവിടെ അവന്റെ അനിയന്മാരും ജ്യേഷ്ഠന്മാരൊക്കെ നിറച്ച എമ്പാടും ആളുകളുണ്ട്. ആ കൂരയിൽ നിന്നൊന്ന് മാറി താമസിക്കാൻ ഇവനൊരു വീട് വേണ്ടേ? ആ വീടിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും അവന് സാധിച്ചിട്ടില്ല. എങ്ങനെ സാധിക്കും? ഗൾഫിൽ വന്നിട്ട് വന്ന കടം വീടിയിട്ടില്ലല്ലോ 2 വർഷമായിട്ട്. അപ്പോഴേക്കാണ് വീട്ടിൽ നിന്ന് വിളി വരുന്നത്, ഉമ്മാന്റെ വിളിയാണ് വരുന്നത്. എന്താണ്? താത്താന്റെ കുടിയിരിക്കലുണ്ട്. അതായത് ഇവന്റെ പെങ്ങൾ വീടുണ്ടാക്കിയിരിക്കുകയാണ്. പെങ്ങളല്ല, അലിയൻ. ഇനിയിപ്പോ ആ വീട്ടിലേക്കുള്ള സാധനങ്ങൾ കൊടുത്തേക്കണം. അതുകൊണ്ട് ഒരു 1.5 ലക്ഷം റുപ്യയുടെ അയച്ചു തരണം. അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാനാണ്. ഈ സാധു മനുഷ്യൻ എന്താ ചെയ്യാം? വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ കൊണ്ട് ഇവിടെ കാശുണ്ടാക്കാൻ കഴിയില്ല, ഞാൻ അല്ലെങ്കിൽ തന്നെ ഇവിടെ വിസന്റെ പൈസയും കടാണ്, ഇനിയിപ്പോ ധനാസിന്റെ കാശിന് കടാണ്, അതൊന്നും പറഞ്ഞാൽ പറ്റൂല, കാശയക്കണം എന്ന് പറഞ്ഞു. വേറെ യാതൊരു പ്രശ്നമല്ല, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, കാശയക്കണം. ഉമ്മാന്റെ വിളിയാണ്. ഇവൻ ആകുന്നതൊക്കെ പറഞ്ഞു നോക്കി. ഉമ്മാട് പറഞ്ഞു, ഉപ്പാട് പറഞ്ഞു. ഇതൊന്നും പറഞ്ഞിട്ട് ഏശാതായപ്പോ പെങ്ങള് നേരിട്ട് വിളിച്ചിട്ട് ഒറ്റ കരച്ചിലാണ്. ഉമ്മാന്റെ മാനം കാക്കണം, ബാപ്പാന്റെ മാനം നേടണം. ഉമ്മാനും ബാപ്പാന്റെ മാനം കെട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ആ പരിയിൽ ജീവിക്കാൻ പറ്റൂല. അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിയിട്ട് അയക്കും. ആ സാധു മനുഷ്യൻ എന്ത് ചെയ്തു? അടുത്ത 2 വർഷം അധ്വാനിച്ചാൽ കിട്ടാവുന്ന പ്രതിഫലം ഇപ്പൊ തന്നെ കടം വാങ്ങിയിട്ട് അയച്ചു കൊടുത്തു, ഇവരുടെ മാനം നേടാൻ വേണ്ടി. എന്നിട്ട് കോട്ടക്ക് പോയിട്ട് കെട്ടിൽ വാങ്ങി, സോഫ വാങ്ങി, സാധനങ്ങൾ 1.5 ലക്ഷം റുപ്യന്റെ സാധനങ്ങളാണ്. നല്ല സമാധാനമായി.
നിങ്ങൾ ആലോചിച്ച് ഈ സാധു മനുഷ്യനെ കണ്ണുനീര് കുടിപ്പിച്ച് അവന്റെ രക്തം ഊറ്റിക്കൊണ്ടുവന്നിട്ട് കട്ടില് വാങ്ങിയിട്ട് ആ കട്ടില് കിടക്കുന്ന വിഡ്ഢിയായ ഈ പുതിയാപ്പളന്റെ കഥ എന്താണ്? അവൻ ആ കട്ടില് കിടന്നാണ് സ്വർഗത്ത് പോകാൻ കഴിയും? ആ പാപത്തിന്റെ രക്തമാണത്, അല്ലേ? അവന്റെ കണ്ണീരാണത്. ഒരു ലജ്ജയില്ലാതെ ഇവനൊക്കെ മനുഷ്യനാണോ? ഇവൻ അറിഞ്ഞുകൂടെ എന്റെ അളിയൻ ഗൾഫിൽ ജോലിയില്ലാതിരിക്കുകയാണ്, അവന് ലക്ഷങ്ങളുടെ കടമുണ്ട് എന്ന് അവൻ അറിഞ്ഞുകൂടെ? അറിയാത്തതല്ല, തങ്ങൾക്കറിയാം, ഉമ്മാക്കറിയാം, ബാപ്പാക്കറിയാം, അളിയനറിയാം, എല്ലാവർക്കും അറിയാം. അറിയാത്തതുമല്ല വിഷയം, അവരുടെ ദുരഭിമാനം നേടാൻ വേണ്ടി ഇതൊരു മുസ്ലിമാണോ? ഇതാണ് അല്ലാഹു തആല പറഞ്ഞ വല്ലദീന യുദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ബിഗൈരി മക്തസബൂ ഫഖദ് ഇഹ്തമലൂ ബുഹ്താനം വഇസ്മൻ മുബീനാ. സ്പഷ്ടമായ തമ്മാടിത്താണ്. അവർ തിന്മയാണ് അവർ ചുമലിൽ ഏറ്റെടുക്കുന്ന അവർ മനസ്സിലാക്കട്ടെ എന്നിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തിരക്കില്ല. പൊരയിൽ മറച്ച സാധനം ഉണ്ടായിട്ട് ഒരു പൊരണ്ടാക്കിയാണ് അവനവന്റെ ഭാര്യ ഒരു കുട്ടിയല്ലേ ഉള്ളത്. ഈ സ്വാർത്ഥ സാധനങ്ങൾക്ക് ആരുപയോഗിക്കാനാണ്? ഒരു ഉപയോഗമില്ലാതെ വെറുതെ എങ്ങനെ കിടക്കുന്ന വീട്ടിൽ. നിങ്ങൾ കണ്ടു കാണും, ചിലപ്പോൾ വലിയ പരിപാടി കാണും, നമ്മളിതുപോലെ ഗംഭീര പരിപാടി നമ്മളെ ഏരിയയിലൊക്കെ. അപ്പോൾ ഉത്സാഹമൊക്കെ വരുന്നുണ്ട് പറഞ്ഞാണ്ട് നല്ല ഇരിക്കാൻ പറ്റിയ വലിയ സോഫ ആണെന്നൊക്കെ പറയും. അപ്പൊ അടുത്ത ഏതെങ്കിലും ഗൾഫാൻ്റെ വരണമെന്ന് അവിടെ എടുക്കാന്ന് പറഞ്ഞു. എടുത്തു കൊടുക്കുന്ന നിറയെ മാറാല്ല വീട്ടിൽ നിന്നാണ്. കാരണം അത് 2 കൊല്ലം തൊട്ടിട്ടുണ്ടാവില്ല. അവിടെ ആളില്ല, അവർക്ക് ആവശ്യമില്ല. അളിയ വാങ്ങി കൊടുത്തിട്ടാണ് അത് കടം വാങ്ങിക്കാണ്ട് കൊണ്ടുവന്നിട്ടു. അല്ലാതെ ഒരു മനുഷ്യൻ പോലും ഈ 2 കൊല്ലത്തിന്റെ അടുക്കൽ ഇരുന്നിട്ടുണ്ടാവില്ല. അവിടെ ആര് വരാനാണ് എന്റെ വീട്ടിൽ? ഓഫീസ് റൂം ഉണ്ടാക്കി, നല്ല ഓഫീസ് വർക്കല്ലേ അവന്റെ പരിയിലൊക്കെ നടക്കുന്നത്. എല്ലാ പരിയിലും ഓഫീസ് വർക്കുകൾ നടക്കുന്ന വീടല്ല. ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, ഈ പുതിയ പുരയൊക്കെ ഉണ്ടാക്കുമ്പോൾ കാണാൻ ചെല്ലുമ്പോൾ ഏതുണ്ട് അത് ഓഫീസ്. എന്താ എന്റെ വർക്ക് എന്താണ്? ഓൻ ഗൾഫിൽ സബ്ബാഖാൻ അറബിക്ക് ചോറുണ്ടാക്കി കൊടുക്കലാണ്, അവനാണ് ഇവിടെ ഓഫീസ്. നല്ല ഓഫീസുകാരനാണ്. അപ്പൊ എന്റെ ചങ്ങായി ഓഫീസ് അല്ല, അത് എനിക്കറിയില്ല, എഞ്ചിനീയർ പറഞ്ഞതാണ്. അപ്പൊ എഞ്ചിനീയർ അടിയിൽ താമസിക്കുന്നത് നബിന് അയാൾ ഓഫീസാണ്. ഈ അറബിന്റെ സബ്ബാഖിന് വരണ്ടാക്കുന്ന എഞ്ചിനീയറോട് എനിക്ക് ചോദിച്ചുകൂടെ എനിക്കെന്തിനാണ് ഓഫീസ്? പഴയ കാലത്ത് നമ്മളെ പൊരിയിൽ മജ്ലിസ് റൂം ഉണ്ടായിരുന്നു, അതാണ് ഇപ്പൊ ഈ സാധനം. അന്ന് മജ്ലിസാണ്. ഏത് പൊരിയിലാണ് മജ്ലിസ് റൂം ഇല്ലാത്തത് പഴയ കാലത്ത്? കാരണം അത് ആവശ്യമുണ്ടായിരുന്നു നമുക്ക്. മജ്ലിസ് അതില് വിരിച്ചിട്ടുണ്ടാവും, പായ വിരിച്ചിടും. അതിലാണ് റബീഉൽ അവ്വൽ വന്ന മൗലൂദ് നടത്തും, 11ന്റെ റാത്തീബ് നടത്തൽ, ആരെങ്കിലും മരിച്ച തഹ്ലീൽ നടത്താൻ, അല്ലെങ്കിൽ ഹത്തോതായിരിക്കാൻ, കുട്ടികൾക്ക് മുത്തല്ലിങ്ങൾ വന്നിട്ട് ഹത്തോദിക്കാൻ, ഇങ്ങനത്തെ ആവശ്യങ്ങൾക്ക് മജ്ലിസ് റൂം ഉണ്ടായിരുന്നു. ആ മജ്ലിസാണ് ഇപ്പൊ പോയിട്ട് ഓഫീസ് റൂം, പിന്നെ ഡ്രോയിങ് റൂം. എന്താണെന്ന് ആൾക്ക് തിരിഞ്ഞിട്ടില്ല അതുവരെ. പറഞ്ഞ ആൾക്കും എഞ്ചിനീയർക്കാനെ തിരിഞ്ഞിട്ടുണ്ടോന്ന് അറിഞ്ഞുകൂടാ. ഡ്രോയിങ് റൂം പൊരിയിലെ ഒരു വീടുണ്ടാക്കാൻ, എന്നിട്ട് അത് മുഴുവനും ഒരു ഉപയോഗമില്ലാത്ത സാധനങ്ങൾ കുത്തി നിറച്ചിട്ട് കാണും. വെറുതെ കാശ് കൊടുത്തിട്ട് ഇതുപോലത്തെ വിഡ്ഢികളല്ലേ. എന്നിട്ട് അവര് കടയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ കോട്ടയം എന്താ കിട്ടുക? 25,000 രൂപ കൊടുക്കുന്ന സോഫ. അതിന്റെ വില എന്ന് പറഞ്ഞാൽ കണ്ണഞ്ചിക്കുന്ന ഒരു വെൽവെറ്റാണ്. ആകെ 500 രൂപയാണ് ചെലവുണ്ടാവുള്ളൂ. അതിന് മുകളിൽ ആ വെൽവെറ്റ് എടുത്താൽ നിങ്ങൾ 2,000 രൂപ കൊടുക്കുക. സാധനത്തിന് 2,000 രൂപ കൊടുക്കും. അതിന്റെ ആ കൈപ്പിടിയൊക്കെ ഉണ്ടാവും. എന്തൊരു മനോഹരമാണ്. ബീച്ചിന്റെ കളർ ഉണ്ടാവും. നിങ്ങൾ ചെറിയ ബ്ലേഡ് ഇട്ടാണ്ട് വരഞ്ഞു നോക്കണം. ഈ സാധനം അതെ, ഈ പോളീസാണ് ഞാൻ പറഞ്ഞത്. ഇത് വരഞ്ഞു നോക്കാൻ അടിയിൽ പുഴഞ്ഞേറി ഞങ്ങളുടെ നാട്ടിലെ മരമുണ്ട്. അതൊക്കെ ഉണ്ടാവും ഇതിൻ്റെ. ഈ ഒരൊറ്റ പോളിഷ് ഇതിനാകെ 150 രൂപ ചെലവുണ്ടാവുള്ളൂ. ഒരു ടിന്ന് വാങ്ങിക്കാണ്ട് പോളിഷ് ചെയ്താൽ മതി. പക്ഷേ 1000 രൂപയുള്ള സാധനം ഈ പോളിഷ് ചെയ്യുന്നതോടുകൂടി 5000 രൂപയാവും. ആരാന്റെ പൈസ അല്ല, അളിയന് മുടക്കൊന്നുമില്ലല്ലോ. അവനവിടെ കടം വാങ്ങി അയച്ചു കൊടുത്തല്ലേ. ഏത് പോളിഷിൽ വാങ്ങിയാൽ എന്താണ്, വീട്ടിൽ കൊടുത്താണ് ഭംഗി വേണമെന്നല്ലാതെ. ഇത്രമാത്രം ബുദ്ധിശൂന്യരായ ഒരു സമൂഹം. നാളെ ഒരു സെമിനാറിൽ വെച്ച് സിവിക് ചന്ദ്രൻ പറഞ്ഞു, കോഴിക്കോട് ടൗണിൽ സുനാമി ഉണ്ടായാൽ, അല്ലാഹു തആല കാക്കട്ടെ, ഇവിടെ സുനാമി ഉണ്ടായിരുന്നു. ആ സുനാമി ഉണ്ടായി, കംപ്ലീറ്റ് സുനാമി ഉണ്ടായാൽ എന്താണ് ഉണ്ടാകുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അത് പിന്നെ ഇന്തോനേഷ്യയിൽ പോയെങ്കിൽ ശരിക്കും മനസ്സിലാവും. ഇന്തോനേഷ്യയിലെ എന്താണ് ആ സ്ഥലത്തിന്റെ പേര് മറന്നുവല്ല, ആച്ച എന്ന ചെറിയൊരു ഏരിയ. അതാണ് മൊത്തത്തിൽ പോയത് സുനാമി. സുമാത്രക്കടുത്ത് അവിടെ ചെന്ന ആ രാജ്യത്തിനടുത്ത് പോയി. എത്ര 6-7 മീറ്റർ ഉയരത്തിൽ തിരമാലകൾ അടിച്ചുകൊണ്ട് വന്നിട്ട് ഇതിനൊരു നിയന്ത്രണമില്ലല്ലോ. ഈ നിങ്ങളിത് കുളം പോലെ, കടലിൽ എന്ന് പറഞ്ഞാൽ ഒരു കുളമാണിച്ചെങ്കിൽ 3 നിരപ്പിൽ നിന്ന് താഴെയാണ് വെള്ളമുള്ളത്.
കടൽ ഭൂനിരപ്പിൽ നിന്ന് താഴെയല്ല, ഭൂമി ഉരുണ്ടൊരു ഗോളാണ്. ഇതൊരു പരന്ന പ്രദേശങ്ങൾ കുളമുണ്ടാക്കിയിട്ട് വെള്ളം നിറച്ചു വെച്ചതല്ലാതെ ഉരുണ്ട ഭൂഗോളത്തിന്റെ 72% വെള്ളമാണ് റൗണ്ടായി നിൽക്കുന്നത്. അപ്പൊ ഭൂമി ശരിക്കും സമുദ്രനിരപ്പും ഭൂമിയുടെ നിരപ്പും തുല്യം തന്നെയാണ്. അതുകൊണ്ടാണ് എവിടെയെങ്കിലും കുന്നുകൾ ഉണ്ടെങ്കിൽ അത് സമുദ്രനിരപ്പിൽ നിന്ന് എത്ര അടി ഉയർന്ന് നമ്മൾ പറയാൻ കാരണതാണ്. സമുദ്രനിരപ്പും ഭൂമിന്റെ ലെവലും ഒന്നാണ്. ഇത് 8 മീറ്റർ 10 മീറ്റർ തിരമാലകൾ വന്നാൽ അതിന് 1/2 മീറ്റർ നീളത്തിൽ കരിങ്കല്ലുകൊണ്ട് മതിലേട്ടെന്ന് നമ്മളെ ബുദ്ധി പിന്നെ പറയാനില്ലല്ലോ. കടലിന് മതിലേറ്റി കൊടുക്കണം. എന്ത് സാമർത്ഥ്യം നമ്മൾക്ക്! ഭയങ്കര ചിന്തകന്മാരാണ്. ഇപ്പൊ കേരളത്തിലൊന്നും വെള്ളം ചായച്ച് ഇന്ത്യയിൽ തീരെ വെള്ളം കിട്ടാഞ്ഞിട്ടാണല്ലോ $10,000 കോടി ചെലവാക്കിയാണ് ചന്ദ്രനിൽ വെള്ളം കണ്ടുപിടിച്ച് നമ്മളാന്നാ പറഞ്ഞത്. ഇനിയിപ്പോ യാതൊരു വെള്ളത്തിന് ക്ഷാമമില്ല. ഇപ്പൊ അടുത്ത ചന്ദ്രയാനം കൂടി പോയി വന്നാൽ ഒന്നായിട്ട് വരും വെള്ളം. പക്ഷെ ഇപ്പൊ അമേരിക്കക്കാര് പറഞ്ഞെന്താ വെച്ചാൽ ഇന്ത്യക്കാരാണ് വെള്ളം കണ്ടുപിടിച്ചതെങ്കിലും 1 ടൺ മണ്ണിന് 1 സ്പൂൺ വെള്ളം കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇനിയിപ്പോ പുതിയ കമ്പനിക്ക് ചാൻസ് ഉണ്ട്. ചന്ദ്രനിലെ മണ്ണ് കൊടുത്തിട്ട് വെള്ളം ഉണ്ടാക്കണ കമ്പനി. എന്തൊക്കെയാണ് ഇപ്പൊ നാട്ടിൽ വരാൻ പോകുന്നതോടെ ഈ ജനങ്ങൾ പട്ടിക എടുക്കുന്ന രാജ്യത്ത് $10,000 കോടി ചെലവഴിച്ചിട്ട് ഈ വിദ്യകൾ നമ്മളെ പൈസ ഉള്ളത് ആരെങ്കിലും ചോദിച്ചു എന്തിനാ ചങ്ങായിമാരി കാശ് കൊടുത്തവർ? അയാളെ പിടിക്കാൻ ശരിക്കും വിചാരണ ചെയ്തല്ല മാധവൻ നായരെ. ഈ രാജ്യത്തിന്റെ പണാണ് ഈ കൊലച്ച് കളഞ്ഞത്. എന്ത് വെള്ളം അവർക്ക് കമ്പനി കിട്ടാൻ പോകുന്നത്? എന്നിട്ട് വെള്ളത്തിന്റെ ചിത്രം പേപ്പർ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും അവിടെ പോയി വെള്ളത്തിന്റെ ചിത്രം എടുത്തൊന്നാണ്. ചിത്രമൊക്കെ വന്ന് 4 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പേപ്പറേര് പറഞ്ഞത് അത് ചിത്രകാരന്റെ ഭാവനയിലുള്ളതാണ്. ഒരു ജനത 100 കോടി മനുഷ്യന്മാര് വിഡ്ഢികളായിട്ട് ജനത നിർവ്വാഹം ചിത്രകാരന്റെ ഭാവനയിലാണ് അത്ര വെള്ളം നോക്കും. നിങ്ങളൊക്കെ മനസ്സിലാക്കില്ലേ? എത്ര എന്ത് കളറുള്ള വെള്ളമൊക്കെ വന്നാലും പല കളർ പേപ്പറിലും മാതൃഭൂമിയിലും മനോരമയിലൊക്കെ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആൾക്കാരുടെ തലനെ പറ്റി എന്താ പറയാനുള്ളത്? ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി. അപ്പൊ അതാണ് നമ്മുടെ സമൂഹം. ഈ കടലൊന്നും ആരും മതിൽ കെട്ടാനാണ് ഇതിൽ 72% ഭൂഗോളത്തിന്റെ വെള്ളമാണ്. ഇത് മതിലേറ്റി തീർക്കാൻ കഴിയും. അല്ലാഹു തആല ഉദ്ദേശിച്ച പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ട് വഇദൽ ബിഹാറു സുജ്ജിറത് ഇല്ലേ, ഇദ സമാഉ ഷഖ്ഖത് വഇദൽ കവാകിബുൽ മുദസറത്. അവിടെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് ആകാശങ്ങൾ തകർന്ന് തരിപ്പണമായി പോകുന്ന ഒരു കാലഘട്ടം വരാനിരിക്കുന്നു. വഇദൽ കവാകിബുൽ മുദസറത്, നിങ്ങൾ ആകാശത്ത് കാണുന്ന എണ്ണമറ്റ ചൈനാ ബൾബുകളെ പോലെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്ര പടലങ്ങളില്ലേ, നിങ്ങൾ കുട്ടിങ്ങനെ പൊതിർത്തിയിടുന്നത് പോലെ അതിങ്ങനെ പൊടിഞ്ഞു ധൂളിയായി പോകുന്ന ഒരു കാലഘട്ടം നിങ്ങൾക്ക് വരാനിരിക്കുന്നു. വഇദൽ ബിഹാറു സുജ്ജിറത്, ബിഹാർ പാരാവാരങ്ങൾ പരന്നു കിടക്കുന്ന കടലുകൾ അതിന്റെ നിയന്ത്രണം ഭേദിച്ച് കരയിലേക്ക് തള്ളിക്കയറിക്കഴിഞ്ഞാൽ, ഇതൊക്കെ ഇമാമിയങ്ങളെ ശാഖപോതല്ല സൂറത്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ സംഭവം? വൈദൽ ബിഹാർ സുജ്ജിറത്, കടല് അങ്ങ് പൊട്ടിത്തകർന്നാൽ ലോകത്തൊരു മനുഷ്യനും അത് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ആർക്കാണ് നിയന്ത്രിക്കാൻ പറ്റുക? അങ്ങനെ ഒരു സുനാമി അടിച്ചു വീശിയാൽ ഈ നഗരം ബാക്കി ഉണ്ടാവില്ല. അങ്ങനെ നമ്മളെ കയ്യിൽ പെട്ട് എല്ലാവരും ആളുകളൊക്കെ നശിച്ചുപോയി എന്ന് വെക്കുക. ഇവിടെ ഒന്നും ഉണ്ടാവില്ല. കുറെ ഇങ്ങനെ അഴുകി കിടക്കുന്ന വസ്തുക്കൾ ഉണ്ടാവുന്നതാണ് ചെളിയായി. അങ്ങനെ കുറെ കാലം കഴിഞ്ഞ് ഒരു 10-100 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഏതോ ആളുകൾ വലിയ അമേരിക്കയിന്നോ ചൈനയിന്നോ ജപ്പാനോ ഗവേഷകന്മാർ വന്ന് ഇവിടെ 100 കൊല്ലം മുമ്പ് ഒരു ടൗൺ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒന്ന് ഗവേഷണം നടത്താൻ വിചാരിച്ചു ഇവരെന്ത് ചെയ്ത് ആ ചളിയൊക്കെ മാറ്റി കുഴിച്ചു നോക്കും. അപ്പൊ അതിന്റെ അടിയിലും ഉള്ള പഴയ ടൗണിന്റെ അവശിഷ്ടങ്ങളൊക്കെ കിട്ടും. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന കടകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിന്റെ ബില്ലുകൾ, സ്വർണ്ണക്കട, അതുപോലെ തന്നെ മരുന്ന് ഷാപ്പ്, ഇതിന്റെയൊക്കെ ബില്ലുകൾ ഉണ്ടാവും. ആ ബില്ലുകൾ എടുത്ത് പരിശോധിച്ചാൽ അന്നത്തെ ഗവേഷകന്മാർ പറയും ഇത് മുസ്ലിങ്ങൾ മാത്രം ജീവിച്ചിരുന്ന ഒരു രാജ്യമാണ്. കാരണം സ്വർണ്ണക്കടിയിലും മരുന്ന് ഷാപ്പിലും ബില്ലിലും നമ്മുടെ പേരേ ഉണ്ടാവുള്ളൂ. കാര്യമായിട്ട് മുസ്ലിങ്ങളെ പേരെ ഉണ്ടാവുക. കാരണം നമ്മളാണ് അതിന് മാത്രം വിഡ്ഢികളായിട്ടുള്ളത്. ചതിക്കപ്പെടുന്നത് എവിടെയാണ്? ആർക്ക് വേണ്ടിയിട്ടാണ് അതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്? അത്രമാത്രം വഞ്ചിക്കപ്പെടുകയാണ് നമ്മൾ ചെയ്യുന്നത്. കാര്യബോധമല്ലല്ലോ. എനിക്ക് ഓർമ്മയുണ്ട്, നഗരത്തിലെ വലിയൊരു ഹോസ്പിറ്റലിൽ ഞാനൊക്കെ ഒരു 10 കൊല്ലം മുമ്പാണ്
എന്റെ ഭാര്യനായിട്ട് ചെറിയ അസുഖം ഉണ്ടായിട്ട് വന്നിട്ട് തൽക്കാലം 4 ദിവസം അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. അത്ര വലിയ കേസൊന്നല്ല. സെയിം കേസ്, അതുപോലത്തെ ഒരുപാട് കേസ് അവിടെ ഉണ്ട്. സ്ത്രീകൾ തൊട്ടടുത്ത റൂമിൽ ഇതേപോലത്തെ കേസ് ഉണ്ട്. സെയിം ദിവസം, സെയിം ഡോക്ടർ, സെയിം കേസ്, സെയിം മരുന്ന്, ഒക്കെ സെയിം തന്നെ. 4 ദിവസം കഴിഞ്ഞ് എനിക്കവര് ബില്ല് വന്നു. എന്തോ 3000 രൂപയുടെ ബില്ലുണ്ട്. തൊട്ടടുത്ത പാർട്ടിക്ക് ഇതേ ദിവസം അവരും ഡിസ്ചാർജ് ആകാണ്. അവർക്ക് കൊടുത്ത ബില്ല് 16,000 രൂപയുടെ ബില്ലാണ്. അപ്പൊ എന്താ സംഭവം അറിയാം? ഞാൻ സ്വകാര്യമായിട്ട് അന്വേഷിച്ചപ്പോ എന്റെ ഭാര്യ പറഞ്ഞു, ആ സിസ്റ്റർമാരെ ഇടയ്ക്ക് വന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവ് ആരുണ്ട് ജോലി എന്നൊക്കെ പറഞ്ഞു. ഞാനും മുസ്ലിയാരാണ് പറഞ്ഞിട്ടുണ്ട്. ആ മറ്റൊരു നാദാപുരത്തേരാണ് അടുത്തുള്ളവർ, അവർ ഗൾഫുകാരാണ്. അപ്പൊ അവർക്കുള്ള ബില്ലാണ് 16,000. ഞാൻ മുസ്ലിയാരായതുകൊണ്ട് എനിക്ക് 3000 രൂപയുടെ ബില്ലോട്ട് സംഭവം ഒന്നും തന്നെയാണ്, ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ എപ്പോഴെങ്കിലും വന്നു പോകും, എല്ലാ അധികം ആളുകളൊന്നും സന്ദർശിക്കാൻ വരാനുണ്ടാവില്ല, ഒന്നുമില്ലല്ലോ. ഇതങ്ങനെയല്ല. ഇത് ഓരോ ദിവസം ഇങ്ങനെ ഒന്നായിട്ട് നാദാപുരത്തുനിന്ന് പെണ്ണുങ്ങൾ ഒഴുകാണ് സന്ദർശിക്കാൻ വേണ്ടി. വലിയ പാക്കറ്റുകൾ, വലിയ സമ്മാനങ്ങൾ, മാർക്കറ്റിലുള്ള എല്ലാ, നിങ്ങൾക്കറിയാലോ, വാളയത്തെ മാർക്കറ്റിൽ നിന്ന് ഓറഞ്ച് 10 കിലോ ഓറഞ്ച് വാങ്ങിയാൽ എത്രണ്ണം തിന്നാൻ പറ്റിയിട്ടുണ്ടാവും. അങ്ങനെ ഇങ്ങനത്തെ ഓറഞ്ച് കൂടുകൾ ഇതെല്ലാം കൂടിയിട്ട് വരില്ലേ, ആപ്പിൾ സാധനങ്ങൾ. ആ വരുന്ന പെണ്ണുങ്ങളോ അവരുടെ കാതില് കഴുത്തിലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ആഭരണം ആക്കിയിട്ട് കാതിലിടുക. ഇവരതല്ലേ, ഇവര് സ്വർണ്ണ ബിസ്ക്കറ്റ് ഒന്നായിട്ട് പരത്തിയിട്ട് ഇങ്ങനെ നോക്കിയിടും. ഇത് കാതൊക്കെ തന്നെ ഒടിഞ്ഞിട്ട് കിടക്കുന്നുണ്ടോ? ഇത് കണ്ടിട്ട് ആശുപത്രിക്കാർ ബില്ല് കൊടുക്കാതെ. അപ്പൊ എന്താണ് ചെയ്യുന്നത് എന്ന് അറിയില്ല. നമ്മൾ ഭക്തന്മാരാണ്, നമ്മൾ നല്ല ദീനീബോധമുള്ളവരാണ്, വിഭാഗമൊക്കെ ചെയ്യും, ശരി തന്നെ. പക്ഷേ ഒരു സാമൂഹിക ജീവിതത്തിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ഇപ്പോഴും നമ്മൾ തലീകരിയില്ല. ഇങ്ങനത്തെ ജീവിത രീതി അതിൽ ചതിക്കപ്പെടും, വഞ്ചിക്കപ്പെടും, ഉറപ്പ് തന്നെയല്ലേ. ആർക്കാണ് ചതിക്കപ്പെടാതിരിക്കുക? ഒരാവശ്യം ഉണ്ടായിട്ട് നമ്മൾ ഒരു അത്യാവശ്യത്തിന് ഹോസ്പിറ്റലിൽ ചെന്നാൽ പോലും നമ്മുടെ ഈ ജാടകൾ കൊണ്ട് ചതിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എല്ലാ സ്ഥലങ്ങളിലും ഈ നഗരത്തിലുള്ള ഈ സ്വർണ്ണക്കടകൾ മുഴുവൻ നമ്മളെ ലക്ഷ്യം വെച്ചിട്ടല്ലേ. അതിന്റെ ഉദ്ഘാടന ചടങ്ങ് കണ്ടാൽ തന്നെ മനസ്സിലാവില്ല ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പരിപാടി, അല്ലേ? അതിൽ വിളിക്കപ്പെടുന്ന ആളുകൾ, ആദരണീയരായ ആളുകളെ കണ്ടാൽ തന്നെ മനസ്സിലാവും. നിങ്ങൾക്ക് ആർക്കെങ്കിലും, ഇരിക്കുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും ഒരു സ്വർണ്ണാഭരണം നോക്കിയിട്ട് ഇത് ഇത്ര ക്യാരറ്റ് ഉണ്ടെന്ന് പറയാൻ കഴിയുന്നു? അവര് പറയും ഇത് 918 or 30 ഒക്കെ പറയും. എന്നിട്ട് അതിനുള്ള ബില്ലാണ് തരുന്നത്. ബില്ല് വാങ്ങിയിട്ട് അല്ലാതെ ഇത്ര ക്യാരറ്റ് ഇല്ലാതെ പറയാൻ പറ്റില്ലല്ലോ, മാനക്കേടല്ലേ. അപ്പൊ ഒന്നായിട്ട് കാശ് കൊടുത്തിട്ട് പോകും. ഇനി നിങ്ങൾ ആ സാധനം 2 ദിവസം കഴിഞ്ഞ് ഒരു കടയിൽ കൊണ്ടുപോയി കൊടുത്താല് അപ്പൊ അവർ നോക്കിയിട്ട് പറയും, ഇത് ഒരു 900 ഒന്നുമില്ല, ഇതിൽ 820 ക്യാരറ്റ് ഒക്കെ ഉള്ളത്. അപ്പൊ അതല്ലാന്ന് അവർ അപ്പം നമ്മൾക്ക് അറിയാം, രണ്ടും അറിയില്ലല്ലോ. പിന്നെ അവർ പറഞ്ഞ കാശ് വാങ്ങിയാണ് തിരിച്ചു പോലും ചെയ്യും. എന്ത് പറഞ്ഞാലോ സ്വീകരിക്കാനല്ലാതെ. ഒരു ഹോസ്പിറ്റലിന് ബില്ല് കിട്ടിയാൽ ആ ബില്ല് ഇങ്ങനെ നോക്കിയിട്ട് എന്താണ് ഈ ബില്ല്, എന്തിനുള്ളതാണെന്ന് നമ്മൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. ഇത് ഈ ഇന്ന സംഘടിക്കാണ് ഈ കാശ് കൊടുത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് മോശമല്ലേ എന്ന് കരുതിയിട്ട് വേഗം പൈസ കൊടുത്തോണ്ട് പോകും. തിരിച്ചു ചോദിക്കാനുള്ള സംഭവം ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു നമ്മളുടെ ഈ മനോഭാവം, ദുന്യാവിലുള്ള നമ്മുടെ ഈ മനോഭാവം ചതിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെതായ സർവ്വ ആഡംബരങ്ങളും കാണിക്കും, ആവശ്യമുണ്ടായിട്ടും ആവശ്യമില്ലാതെ. അതിന് എങ്ങനെയായിരുന്നാലും വിരോധമല്ല, പണം ഉണ്ടായാൽ മതി. അതിന് ന്യായോ ഹക്കോ ബാത്തിലോ ഒന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമൊന്നുമല്ല. ആരെ എന്തും ചതിക്കാം, എങ്ങനെയും പറ്റിക്കും ചെയ്യും, എങ്ങനെയും വഞ്ചിക്കും ചെയ്യും, എങ്ങനെയും പൈസ ഉണ്ടാക്കുകയും ചെയ്യും. ഗൾഫ് നാടുകളിലൊക്കെ നിരന്തരം യാത്ര ചെയ്യുന്ന നമുക്കൊക്കെ അവിടുത്തെ ആ സമൂഹത്തിന്റെ ജീവിത രീതി ശരിക്കും മനസ്സിലാവും. യഥാർത്ഥത്തിൽ പല ആളുകളും അന്യായമായിട്ട് പണം സമ്പാദിക്കേണ്ടി വരുന്നുണ്ട് അവിടെ. പലപ്പോഴും നമ്മൾ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാണ് ചെയ്യുന്നത്? അവര് പറയും, എന്താ ചെയ്യും ഉസ്താദ്, നാട്ടിൽ നിന്ന് വളരെ വിളി വരുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളായിരുന്നാലും അങ്ങനെയൊക്കെ തന്നെ ചെയ്യുള്ളൂ. ഇവിടുന്ന് വിളിക്കാൻ ഞാൻ നേരത്തെ ഓതിയ ഹദീസ് നിങ്ങൾ ഓർമ്മിക്കണം. ഹലാഖുർ റജുലി മിൻ വാലിദൈഹി, ഒരാളുടെ ഹലാക്ക് ഒന്നുകിൽ അവന്റെ മാതാപിതാക്കളിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ അവന്റെ ഭാര്യമാരിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ മക്കളിൽ നിന്നായിരിക്കും. ഇവര് വിളിക്കല്ലേ, വിളിച്ചിട്ട് പറയാണ് പൈസ അയക്കണം. എന്തിന്? ഇവരുടെ ദുരഭിമാനം തീർക്കാൻ വേണ്ടി, മാനം നേടാൻ വേണ്ടി, ആവശ്യത്തിനല്ലാതെ, ഹക്കായിട്ടല്ലാതെ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ കുട്ടി ജനിച്ചാല് അക്കീക്കാർക്കാരന് സുന്നത്തുണ്ടല്ലോ, ഇവിടെ ഉണ്ടോ? ഒരു മൃഗത്തിന് എന്തെന്ന് അറക്കൂലേ, എന്താ പറയാ, അക്കീക്കാർക്ക്. അതിന്റെ കൂടെ മുടി പഠിക്കുകയും ചെയ്യും. ഇത് സുന്നത്താണ്, റസൂലുള്ളാഹിന്റെ ശരിയാണ്. ഇപ്പോ എന്റെ ഒരു അടുത്ത അയൽവാസിയാണ്. അപ്പൊ അവിടെ ഉണ്ട് ഈ അക്കീക്കാർക്കാൻ വേണ്ടി 2 പോത്തുകളെ കൊടുക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അതിനെ കണ്ടാൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോകും.
2 പോത്തിനെ കൊണ്ടൊന്നുമല്ല, അതിന്റെ കൂടെ 2 ആടും. അപ്പൊ ഞാന് ആ വീട്ടുകാരനെ വിളിച്ചാണ് ചോദിച്ചു, എന്തിനാ നിങ്ങൾ ഇത് കൊണ്ടുപോകുന്നത്, ഇതെന്ത് ചെയ്യാനാണ്? അല്ല സാർ, എപ്പോഴും മുടിയാഴ്ചയിൽ നമ്മളതിനെ മുടിയാഴ്ചയിൽ എല്ലാവരും അങ്ങനെ തന്നെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് സുന്നത്തല്ലല്ലോ. റസൂലുള്ള സുന്നത്താക്കിയത് ഒരു മൃഗത്തിനെ അറക്കാനാണ്. അത് ചെയ്താൽ സുന്നത്തന്നെ. നിങ്ങൾ എന്തിനാ പ്രതീക്ഷ? അപ്പൊ അയാൾ പറഞ്ഞു, അതിപ്പോ എനിക്കും വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ പെണ്ണുങ്ങളെ സമ്മതിക്കേണ്ടത്. ഭാര്യ സമ്മതിക്കുന്നില്ല. അവളോട് ഞാൻ പറഞ്ഞു നോക്കി, അതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, ഒന്ന് മതി. അപ്പൊ അവള് പറഞ്ഞത് എന്താന്ന് വെച്ചാല്, ഇപ്പൊ നാളെ ബീരാഞ്ചാക്കാട് 2 പോത്തിനെ അർത്ഥം, അതുകൊണ്ട് നമുക്ക് 2 പോത്ത് 2 ആടും, ഞാൻ മാനക്കേടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ മനസ്സ് വെച്ചുകാണ്ട് പോത്തിന് ആനനെ അർത്ഥത്തെ വല്ല കാര്യം ഉണ്ടാവും? അള്ളാന്റെ അടുത്ത് കൂലി കിട്ടും. അപ്പൊ ആരൊന്നാൾ തമാശയായിട്ട് പറഞ്ഞ്, ഇപ്പോ 2 പോത്തും 2 ആടും ഒരു നായാണ്. അപ്പൊ ഒരു പരിധി അങ്ങനെ കൊണ്ടായത്, ഒരു താത്ത ഇവരെ ദേഷ്യം പിടിച്ചിട്ടേ. അപ്പൊ വാശി പിടിച്ചിട്ടാണ്, ശരിയപ്പുള്ളതെന്ന് എനിക്കറിയില്ല, ഒരാൾ പറഞ്ഞതാണ്, വാശി പിടിച്ചിരിക്കാണ് ഒരു നായിനും കൊണ്ടാണ്. അപ്പൊ ഈ പെരക്കാരൻ ബേജാറായി, എന്തിനാ പ്രമോഷൻ നായിനെ കൊണ്ടുപോകണമെന്ന്. അല്ല, ഇപ്പൊ എല്ലാവരും നായിനല്ല കൊണ്ടുപോകണത്, 2 പോത്ത് 2 ആടും നായിയാണ്. നായിനെ കൊണ്ട് ഇപ്പൊ നാളെ ഏതൊരു ആചാര്യ വരണം, ആചാര്യ വരികയുണ്ടല്ലോ. അപ്പൊ ഇയാൾ അവിടെ പോയി അല്ലേ. അപ്പൊ സംഭവം ശരിയാണ്, ഇവര് ലോറിയിൽ 2 പോത്തും 2 ആടിനും കൊണ്ടുപോയ കൂട്ടത്തിൽ പെരിയുള്ള നായിനേര് ചേർത്തിരുന്നു. പക്ഷെ നായിനെ കിട്ടാനോ കൊടുന്നെങ്കിൽ അപ്പൊ ഇവിടെ വിചാരം അത് അറക്കാൻ കൊണ്ടുപോയത്. കാരണം എല്ലാം അങ്ങോട്ട് നോക്കല്ലേ ആ പെരിയിൽ. അവരെന്താ ചെയ്തത്, ഇവരെന്താ ചെയ്തത്? അള്ളന്റെ പറഞ്ഞ റസൂലെന്ന് പറഞ്ഞ ദീനെന്ന് പറഞ്ഞ ആ വിഷയമില്ല. അതൊക്കെ നിസ്കാരം മോലുണ്ട്, അതൊക്കെ പിന്നെ മോലേര് പറയും പോലെ ചെയ്യാം. ഇതൊക്കെ നാട്ടില് അവരെന്താ ചെയ്ത്, ആ ആചാര്യ വരിയിൽ, ഈ ആചാര്യ വരിയിൽ, ആ മതകാരുടെ വരിയിൽ ഇതിങ്ങനെ നോക്കി നടക്കുന്ന പെണ്ണുങ്ങൾ. എന്നിട്ട് അതുപോലെ ചെയ്യണം. ഇത് ഒരു വിഭാഗത്തല്ലേ ചങ്ങാതിമാരെ ചെയ്യണത്, ഒരു സുന്നത്തായ കാര്യമല്ലേ, അതിനൊരു വ്യവസ്ഥയല്ലേ, ഒരു നിയമല്ലേ അത് അള്ളാന്റെ ഹബീബായ റസൂൽ കാണിക്കുന്നൊരു വഴിയില്ലേ. ആ വിവാദത്ത് ചെയ്യുമ്പോഴാണ് അത് സുന്നത്താകുന്നത്. അതിൽ നിന്ന് ലക്ഷ്യം തെറ്റിയാൽ അത് സുന്നത്തല്ല, അത് ശിർക്കായി മാറും. റസൂൽ പറഞ്ഞില്ലേ, ശിർക്കാണത്. ജനങ്ങൾക്ക് വേണ്ടി റിയാൾ, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ പറയില്ലേ, ആളുകൾ എന്ത് വിചാരിക്കും, നമ്മളങ്ങനെ ചെയ്യാതെ വന്നാൽ മോശന്റെ എന്ന് കരുതിയിട്ട് നിങ്ങൾ ചെയ്യുന്ന ഏതൊരു പുണ്യകർമ്മവും അത് റിയാ ആണ്. റിയാ എന്ന് പറഞ്ഞാൽ ശിർക്കുൻ അസ്ഗറാണ്, ചെറിയ ശിർക്ക്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതാണ് എനിക്ക് പേടിയും റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ സമുദായത്തിൽ എനിക്ക് ഏറ്റവും അധികം പേടിയുള്ള സംഗതി. കാരണം ഇവരെന്തെങ്കിലും ദുനിയാവുമൽ പോകും, പിന്നെ അവർക്ക് അല്ലാഹ് റസൂൽ എന്നുള്ള ചിന്തയൊന്നും ഉണ്ടാവില്ല. ഒരു ഹദീസിന്റെ മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഹാബികളെ, വല്ലാഹി മാ അഖാഫു അലൈക്കും അൻ തുശ്രികൂ ബഅദീ. അല്ലാഹുവിന്റെ ഹബീബായ റസൂൽ പറയുകയാണ്, ഈ ഹദീസ് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. സാദിഖുൽ മസ്ദൂഖാണ്, പറഞ്ഞാൽ കറക്റ്റായിരിക്കും. അള്ളാന്റെ റസൂൽ ഒരു വാക്ക് പറഞ്ഞാൽ അത് കറക്റ്റായിരിക്കും. അള്ളാന്റെ ഹബീബായ റസൂൽ പറഞ്ഞിട്ടുണ്ട്, വല്ലാഹി മാ അഖാഫു അലൈക്കും അൻ തുശ്രികൂ ബഅദീ. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, എനിക്ക് ശേഷം നിങ്ങൾ മുശ്രിക്കുകളായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല. അതായത് വലിയ ശിർക്കുണ്ടല്ലോ, അല്ലാഹുവിൽ പങ്കാളിയാക്കുന്ന വലിയ ശിർക്ക്, അത് നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ പേടിക്കുന്നില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചില ആൾക്കാർ വെറുതെ പേടിച്ചു പോവുകയാണ് കേട്ടോ. അവിടെ ഒരു ഖബർ കണ്ട്, അവിടെ ലൈറ്റ് കണ്ട്, അപ്പോഴേക്ക് ശിർക്ക് പറഞ്ഞാണ്ട് അങ്ങനെ പേടിക്കേണ്ടെന്ന് റസൂൽ തന്നെ പറഞ്ഞു. എന്റെ സമുദായം അങ്ങനെ പോകാത്ത കാര്യമല്ല. ശിർക്ക് അത്തരം കാര്യങ്ങളിലൊന്നും അവർ ചെന്ന് ചാടൂല, ഈമാൻ അവരുണ്ടാവും. പക്ഷെ എനിക്ക് പേടി അതൊന്നുമല്ല. എനിക്ക് പേടി അവരിൽ ദുനിയാവ് കടന്നു വന്നിട്ട് അവരെ ഇബാദത്തുകളെ സാധാക്കി കളയും. അതാ പേടി നടത്തുന്നത്. അതാണ് നമ്മൾ പേടിക്കേണ്ടത്. ശരിക്കും പേടിക്കേണ്ട അതാണ്. അല്ലാതെ നിങ്ങളൊരു ദിയാർത്ത് ചെയ്തു പോയി, അല്ലെങ്കിൽ ഒരു ദിക്റിയിൽ പോയി നിസ്കരിച്ചോട്ടുന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാലൊക്കെ ശിർക്കാവെന്ന് വിചാരിച്ചാൽ കഷ്ടം തന്നെയല്ലേ. ആ പേടി എനിക്കില്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂൽ പറഞ്ഞത്, വല്ലാഹി മാ അഖാഫു അലൈക്കും അൻ തുശ്രികൂ ബഅദീ. എനിക്ക് ശേഷം നിങ്ങളാരെങ്കിലും മുശ്രിക്കുകളായി പോകുമെന്നുള്ള പേടി എനിക്കില്ല. പക്ഷേ വലാകിൻ അഖാഫു അലൈക്കും അൻ തുഫ്തഹ ലകുമുദ് ദുനിയാ. ദുനിയാവിന്റെ ആഡംബരങ്ങളുടെ കവാടങ്ങൾ നിങ്ങൾക്ക് തുറക്കപ്പെടുന്നതിനെ ഞാൻ ഭയപ്പെടുന്നു. ദുനിയാവ് നിങ്ങൾക്ക് മേൽ തുറക്കപ്പെടും. അത് തുറക്കപ്പെട്ടാൽ
ആ ദുനിയാവ് തുഹ്ലിക്കും, അത് നിങ്ങളെ ഹലാക്കാക്കിക്കളയും. ഏതുപോലെ കമാ ഫുതിഹത് ലിമൻ കാന ഖബലകും ഫാഹിലകതുഹും, ആ ദുനിയാവ് നിങ്ങളുടെ മുൻഗാമികൾക്ക് തുറക്കപ്പെടുകയും അതവരെ നശിപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾക്കും സംഭവിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. സത്യമായിട്ടും റസൂലുള്ളാഹിന്റെ വാക്ക് ഇപ്പം നമ്മൾ കൺമുമ്പിൽ കാണുന്നില്ല. ഇപ്പൊ ശരിക്കും നമ്മൾ പേടിക്കുന്നത് എന്താണ്? ശരിക്കും പേടിക്കുന്നത് ഈ ദുനിയാവ് തന്നെയാണ്. കാരണം ഈ 2 പോത്തും 2 ആടും ഒരു നായൊക്കെ ലോറി കയറ്റി കൊണ്ടുവരണമെങ്കിൽ കാശുണ്ടായി തന്നെയാണോ? അല്ലേ? പഴയ കാലത്താണെങ്കിൽ ആരെങ്കിലും ചെയ്യും. നമ്മുടെ ആ പഴയ ദാരിദ്ര്യത്തിന്റെ കാലഘട്ടം ഉണ്ടല്ലോ, അന്ന് ആരെങ്കിലും ചെയ്യുമായിരുന്നോ? ഇപ്പൊ ആവശ്യത്തിലേറെ പണം വരികയാണ്. അപ്പൊ തോന്നിയതുപോലെ ചെയ്യാൻ അഭിമാനത്തിന് വേണ്ടി. ഇത് അപകടകരമാണ്. അത് ശിർക്കാവും. അത് ശിർക്കുൻ അസ്ഗർ, ചെറിയ ശിർക്ക് എന്നായി റസൂലുള്ളാഹി പറഞ്ഞത്. അതെന്താ കാരണം എന്ന് വെച്ചാൽ അള്ളാഹ്ക്ക് ചെയ്യേണ്ട ഇബാദത്താണ്. അത് നിങ്ങളിപ്പോ ചെയ്തത് പോക്കറാക്കാർക്ക് വേണ്ടിയിട്ടാണ്. അതാണ് അതിന്റെ കുഴപ്പം. പോക്കറാക്കാന്റെ പേരിൽ 2 കൊണ്ടേതാണല്ലോ ഇയാൾ കൊണ്ടോ ഇവരും കൊണ്ടുപോകാൻ. അപ്പൊ ഇബാദത്ത് പാർക്കായി പോക്കറാക്കാർക്ക് വേണ്ടിയിട്ടേ. അങ്ങനെ ആയാൽ നിങ്ങളുടെ ഇബാദത്ത് നഷ്ടപ്പെടും. അത് അപകടകരമാണ്. അപ്പൊ ഒരാളും ഇത് ചെയ്യുന്നു എന്ന് നിങ്ങൾ നോക്കേണ്ടതില്ല. ഈ സമ്പൽ സമൃദ്ധിയാണ് നിങ്ങളെ വഞ്ചിക്കുന്നത്. പണമുണ്ട്, കുറെ ആളുകൾക്ക് പണമുണ്ട്, അവർ തോന്നിയ മാതിരി ചെയ്യും. അപ്പൊ പണം ഇല്ലാത്തവനും ചെയ്യും. പിന്നെ അതുപോലെ ആകാൻ വേണ്ടി പണം ഉണ്ടാവും. അതിനുവേണ്ടി വിളിച്ചു പറയും. എനിക്ക് തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത് ഇതുപോലെ ഒരു അക്കീഖ അറുക്കേണ്ടി വന്നപ്പോ എനിക്കറിയാം ആ കുട്ടിയുടെ പിതാവായ ചെറുപ്പക്കാരൻ, അവൻ ആദ്യമായിട്ട് ഒരു കുഞ്ഞുണ്ടായതാണ്. കല്യാണം കഴിച്ച് ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോൾ അവൻ ഗൾഫിലാണ്. എനിക്കറിയാം അവൻ പണമുള്ള ആളല്ല, ചെറിയ ജോലി ചെയ്യുന്ന ആളാണ്. 600-700 റിയാലിന് ജോലി ചെയ്യുന്ന ആളാണ്. അവന്റെ കയ്യിൽ കാശില്ല. അപ്പൊ ഇവരെ വീട്ടുകാര് എന്നോട് അഭിപ്രായം ചോദിക്കുന്നവരായതുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അക്കീഖ അറുക്കണല്ലോ. ഞാൻ പറഞ്ഞു, പിന്നെ ആൺകുട്ടിയല്ലേ, ഒരു 2 ആടിനെ ഇറക്കാന്ന് പറഞ്ഞു. റസൂലുള്ളാഹിന്റെ സുന്നത്ത് അങ്ങനെയാണ്, 2 ആടിനെ ഇറക്കും. കഴിവുള്ളവർക്ക് എന്ത് ചെയ്യാം, വലിയ മൃഗങ്ങൾ ഇറക്കുന്നതിന് വിരോധമല്ല. പക്ഷേ റസൂലുള്ള പറഞ്ഞ കണക്കിനും പാകത്തിനും റസൂലുള്ള പറഞ്ഞ നിയ്യത്ത് വെച്ചുകൊണ്ട് ആകണമെന്ന് മാത്രം. ഇവൻ പാവായതുകൊണ്ട് കാശില്ലാത്തത് കൊണ്ട് സുന്നത്തിന് വേണ്ടിയിട്ടാണ് പറഞ്ഞു. അപ്പൊ ഇവര് ഈ സ്ത്രീ ഇവന്റെ ഉമ്മ സമ്മർദ്ദമായിക്കോട്ടെ എന്ന്. അങ്ങനെ ഇവരതിന് മുമ്പ് തന്നെ ഞാൻ അറിയാതെ തന്നെ ഇവനോട് വിളിച്ചു പറഞ്ഞ് നിർബന്ധം, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആ പാപം ചെയ്തെന്റെ കാശ് കഴിച്ചു കൊടുത്തിട്ടുണ്ട്. പോത്ത് വാങ്ങാനുള്ള കാശൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്കറിയാം അവൻ കടം വാങ്ങി അയച്ചതായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്ത് ഞാൻ കാശോടെ വാങ്ങി. ഞാൻ പറഞ്ഞു ഞാൻ 2 ആടിനെ വാങ്ങും. അതിനിപ്പോ ഒരു 3000-3500 റുപ്യ ഉള്ളൂ. സാറിന്റെ കേസല്ല. അതിനിപ്പോ ജോലി ചെയ്യാൻ ചെറിയ ശമ്പളം കൊണ്ട് ജോലി ചെയ്താൽ സാധിക്കുകയും ചെയ്യും. 2 ആടിനെ ഞാൻ വാങ്ങിയിട്ട് ഞാൻ കൊടുത്തയച്ചോളാം. സമ്മതിച്ചൊക്കെ പോയി. ഉമ്മാക്ക് സന്തോഷമായി. കാരണം വെറുതെ കാശ് കാലം ഉണ്ടല്ലോ എന്ന് കരുതി. 4 ദിവസം കഴിഞ്ഞ ശേഷം ഈ ഉമ്മ തിരിച്ചു വന്നാണ് എന്നോട് പറഞ്ഞത്, അത് പറ്റൂല, ഒരു 35,000 റുപ്യന്റെ പോത്തെങ്കിലും വാങ്ങേണ്ടി വരും. അപ്പൊ ഞാൻ എന്ത് പറ്റി? അപ്പൊ ഞാനും അങ്ങനെയൊക്കെ തന്നെ വിചാരിച്ച അവരെ പരീക്ഷ കാണ്ട് ഇത് പറഞ്ഞപ്പോഴുകൂടി അമ്മായിമ, ഈ പെണ്ണിന്റെ ഉമ്മ ഉണ്ടല്ലോ, ഇവന്റെ അമ്മായിമ ആദ്യത്തെ പ്രസവമല്ല, അവരെ വീട്ടിലുണ്ടായത്. അമ്മായിമ ഹലാളില്ലേ, ആടിനെറ്റിന്റെ പറമ്പ് കീഴ് കിടക്കാൻ പറ്റില്ല. ഓളെ പറമ്പൊന്നുമല്ല, ഓളെ മാപ്പിളുടെ പറമ്പാണ്. പക്ഷെ പറച്ചിലങ്ങനെയുള്ള എന്റെ പറമ്പ്. ശരിക്കും നിങ്ങളെ പറമ്പോന്ന് ചോദിച്ച കഥ ചോദിച്ചു. അമ്മായിമ പറഞ്ഞ ആടിനെറ്റിന്റെ പറമ്പ് കിടക്കാൻ പറ്റില്ല. പെണ്ണാണെങ്കിൽ പെറ്റി എടുക്കുന്നോടത്തുനിന്ന് അവസ്മാരടങ്ങി ഭർത്താവിനെ ആടിനെയാണ് കൊണ്ടുവന്നിട്ട് നിന്റെ കഥ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ അവള് അവസ്മാരടങ്ങി ആകെ കുൽമാലായി, പ്രശ്നമായി. ഞാൻ വിട്ടില്ല, ഞാൻ ഉറക്കുന്നു. ഞാൻ പറഞ്ഞ ആ ഉത്തരവാദിത്തം ഏൽപ്പിച്ച സ്ഥിതിക്ക് എന്റെ കാര്യമാണ്. നിങ്ങൾ എന്ത് ചെയ്താലും വേണ്ടില്ല, അവസ്മാരടിക്കാനും വേണ്ടില്ല, ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞാലും വേണ്ടില്ല, ഞാൻ 2 ആടിനെ അറുക്കും. 2 ആടിനെ വാങ്ങി അവിടെ കൊണ്ടുപോയി അറുത്ത് അത് വിവരം വേണ്ട ആളുകൾക്ക് പാക്കറ്റാക്കിയിട്ട് വിതരണം ചെയ്തിരുന്നു. 3-4 ദിവസം ഇങ്ങനെ ഒരു വർത്താനൊക്കെ ഉണ്ടായിരുന്നു. മോശമായി പോയി എന്നൊക്കെ അയലക്കത്തുള്ളവരൊക്കെ പറയും. അവർക്ക് മുടക്കൊന്നുമില്ലല്ലോ. പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ കയറി വന്ന് കണ്ട്, ഹേ എന്ത് കൂട്ടരാണത്, ആടിനെ അറുത്തത്, ഒരാൾക്ക് കെറുപ്പ് 2 പോത്തൊക്കെ ഇറക്കണ കാലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകണം. എന്നോടാരും പറയുന്നുണ്ട്. നമുക്ക് പേടിക്കാറൊന്നുമില്ല, കേൾക്കാതെങ്കിലല്ലേ പ്രശ്നമുണ്ട്. അവര് കേട്ടോട്ടെ എന്ന് വിചാരിച്ചാൽ ഒരാഴ്ച കഴിഞ്ഞ് പ്രശ്നമൊക്കെ പിന്നെ ഞാൻ ചെന്നിട്ട് അന്വേഷിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ, കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊക്കെ ചെയ്താലും മതിയാവും. അപ്പൊ യഥാർത്ഥത്തിൽ എന്ന് വെച്ചാൽ ഒരു തന്റെ ഇടം നമ്മൾ കാണിച്ചാൽ നമുക്ക് റസൂലുള്ളാഹിന്റെ ചര്യയിലേക്ക് മടങ്ങാൻ പറ്റും. ഒരു പച്ചര തന്റെ ഇടം കാണിക്കുന്നുള്ളൂ. അതിനെന്ത് ചെയ്യണോ, ഈ പുരുഷന്മാര്, നിങ്ങൾ കോഴിക്കോട്ടെ സ്ഥിതി എന്താണെന്ന് എനിക്കറിയില്ല, പുരുഷന്മാര് ശരിക്ക് കുടുംബനാഥന്മാരാണ്. റേഷൻ കാർഡിൽ കുടുംബനാഥൻ നേടിയിട്ടാ പോരാ, ഐഡന്റിറ്റി കാർഡ്. ശരിക്ക് കുടുംബത്തിന്റെ നാഥന്മാരാകണം. ആ തന്റെ ഇടം കാണിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടെങ്കിൽ ഒരുപാട് സാമൂഹിക തിന്മകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. വേണ്ടാത്ത ആചാരങ്ങൾ ഒഴിവാക്കാൻ പറ്റും.
നിങ്ങൾക്ക് നല്ല സാമ്പത്തിക ഭദ്രത ഉണ്ടാവുകയും പൈസക്കും ആദായം, വലിയ ചെലവൊന്നും ഉണ്ടാവില്ലല്ലോ. റസൂലുള്ള പറഞ്ഞ മാതിരി പൈസ കുറഞ്ഞ ചെലവല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ കഷ്ടപ്പെട്ട് അധ്വാനിക്കേണ്ടി വരൂല. നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് സന്തുഷ്ടായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. ആ രീതിയിലേക്ക് നമ്മുടെ സമൂഹത്തെ, സ്ത്രീകളെയും കുട്ടികളെയും തിരിച്ചു കൊണ്ടുവരണം. നിങ്ങളുടെ മക്കളെ കൊണ്ടുവരേണ്ടി വരും. ചില മക്കൾ ആയിരിക്കും പ്രശ്നം ഉണ്ടാക്കുക, ചില പെൺകുട്ടികൾ. ഇപ്പോ തെക്കൻ കേരളത്തിൽ ചെന്നാൽ, ഞാൻ കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്തിനടുത്ത് പാങ്ങോട് വളർന്നു എന്നപ്പോൾ അവിടെ ഈ കല്യാണത്തിനോടനുബന്ധിച്ചുണ്ടാകുന്ന സാമ്പത്തിക ഇടപാടുകളുണ്ടല്ലോ, സ്ത്രീധന, ഇതിനെപ്പറ്റി ഞാൻ കുറച്ച് രൂക്ഷമായിട്ട് സംസാരിച്ചപ്പോൾ അവിടുത്തെ ഒരു കാരണവർ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഇവിടുത്തെ കഥ നിങ്ങൾക്ക് അറിയോ ശരിക്കും. അവിടുത്തെ സ്ഥിതി എന്താന്ന് വെച്ചാൽ, ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ ആഭരണങ്ങൾ കൊടുക്കണം, അതാ ഇരിക്കട്ടെ എന്നോ. അതിന്റെ പുറമെ 1 ലക്ഷോ 2 ലക്ഷോ ഒക്കെ പോക്കറ്റ് മണി കൊടുക്കും. പോക്കറ്റ് മണി എന്നാ പറയാം. 2 ലക്ഷം ഒക്കെ കൊള്ളാൻ പറ്റിയ പോക്കറ്റ് അവനുണ്ടാകണമെന്ന് മാത്രം. പോക്കറ്റ് മണി 2 ലക്ഷം കൂളായിട്ട് പറയാണ്. ഈ ആണിന്റെ കൃഷിക്കാർ പറയാണ് 2 ലക്ഷം റുപ്യ പോക്കറ്റ് മണി വേണം. അതുകൊണ്ട് തീരൂല. സ്ത്രീധനം വേറെയാണ്. ഇത് പോക്കറ്റ് മണി, സ്ത്രീധനം ഇയാളുടെ പറമ്പിന്റെ ഓഹരിയാണ്, ഇയാളുടെ ഭൂമിന്റെ ഓഹരി അല്ലെങ്കിൽ വീടിന്റെ ഓഹരി. അപ്പൊ ഞങ്ങൾക്ക് ഇതെന്താ കഥയാണ്. അപ്പോഴാണ് അവർ പറഞ്ഞത്, ഇയാൾ മരിച്ചാൽ പിന്നെ ഈ പെണ്ണിന് ഓഹരി ഉണ്ടാവില്ല, ഓഹരി ഇപ്പൊ തന്നെ കൊടുക്കുകയും. നല്ല മസലല്ലേ. വാപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അവകാശം വാങ്ങാണ്. അപ്പൊ അങ്ങനെ ഒരു സാധു മനുഷ്യൻ ഇപ്പൊ അവിടെ വീട്ടിൽ നിന്ന് പുറത്തായിട്ട് ഇപ്പൊ അയാൾ വീടിയെത്തിണ്ണയിൽ കിടക്കുന്നുണ്ട്. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാൽ, ഇയാൾക്കുണ്ടെന്നൊക്കെ ഇയാൾ പെൺകുട്ടികൾക്ക് അങ്ങനെ ഓഹരിയായിട്ട് കൊടുത്തു തീർന്നു. പിന്നെ ഇയാൾക്കൊരു മകനാണല്ലോ. ആ മകൻ കല്യാണം കഴിച്ചപ്പോ അവൻ എന്ത് ചെയ്ത്, അവന്റെ ഭാര്യ വീട്ടിൽ നിന്ന് അവരെ ഓഹരി വാങ്ങി. ആ ഓഹരിയിലാണ് ഇവൻ വീടുണ്ടാക്കി. ആ വീട്ടിലാണ് ഈ സാധു മറ്റൊക്കെ ഇയാൾക്കൊക്കെ തീർന്നല്ലോ താമസിക്കുന്നത്. മരുമകളേക്ക് എന്തോ പറഞ്ഞാട് വെച്ച് അവള് ചിലപ്പോ മത്സ്യം വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടാവും വാപ്പാടെ, മീൻ വാങ്ങി കൊണ്ടുവന്ന് പറഞ്ഞു. ഇയാൾക്ക് പറ്റൂല എന്ന് പറഞ്ഞതോടുകൂടി വാപ്പാനെ പുറത്താക്കി. അപ്പൊ ആ സാധുവിന് കിടക്കാൻ സ്ഥലമില്ല. വീടിൽ തന്നെയിലോ അല്ലെങ്കിൽ പള്ളിയിൽ ഉസ്താന്റെ ഔദാര്യത്തിലോ എവിടെയെങ്കിലും കിടക്കാം. ഇതൊക്കെ മുസ്ലിം സൊസൈറ്റിയാണ്. നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അതായത് ഈ ആളുകളൊക്കെ നിസ്കരിക്കുന്നവരാണ്. അതാണ് നിന്റെ കൗതുകം. നല്ല നിസ്കരിക്കുന്ന ആളുകളാണ്. നിസ്കാരത്തിന്റെ കമ്മിയൊന്നും അല്ലപ്പത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു വാപ്പ ഹയാത്തുള്ള കാലത്ത് അയാളുടെ അവകാശം ചോദിക്കാതെ പറഞ്ഞാൽ ദീനും അവർ തമ്മിൽ വല്ല ബന്ധമുണ്ട്? എന്തവകാശമാണ് ഇവർക്ക് കിട്ടാതെ ഇറങ്ങിപ്പോകാൻ പറയണ്ടേ? ഒന്നും കിട്ടാനില്ല. അപ്പൊ ആളുകൾക്ക് ഇതിനെപ്പറ്റിയൊന്നും ഒരു ധാരണ ഉണ്ടായിട്ടല്ല. ഈ പേരാമ്പ്രയിൽ ഞാൻ ഒരിക്കൽ വളർന്നു എന്ന് അവിടെ നേരത്തെ എത്തി. മകരിനെ ഞാൻ എത്തി, ഡെസ്റ്റാനേഷനാണ് വളർന്നത്. മകന് സ്കെച്ച് ഉസ്താൻ റൂമിലിരിക്കുമ്പോൾ പള്ളിയിൽ ഇരുന്നിട്ട് കുറച്ച് ആളുകൾ ഗൗരവമായിട്ടെന്തോ ചർച്ച ചെയ്യുന്നുണ്ട്. ആദ്യം മൈൻഡ് ചെയ്തില്ല. പിന്നെ അവരെ ശബ്ദം ഇങ്ങനെ ഉയർന്നു കേട്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചെന്താണ്. അപ്പൊ കുറച്ച് കാരണം നാട്ടിലെ പ്രധാനികളാണ്. അവർ കൂടിയിട്ട് ചർച്ച ചെയ്യണം. അപ്പൊ ഏതൊരാൾ സ്വാദ് മരിച്ചുപോയിരിക്കുന്നു, അയാളുടെ സ്വത്ത് വീതം വെക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചയാണ്. ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരാള് ശബ്ദമുയർത്തി പറയുന്നുണ്ട്, എനിക്ക് 25 പവൻ തരാന്ന് പറഞ്ഞിട്ടുണ്ട്, അതെടുത്ത് വെച്ചിട്ട് ഓരി ചെയ്താൽ മതി എന്ന് പറയും. അപ്പൊ ബാക്കിയുള്ളവരെല്ലാം കൂടി എന്നാ പിന്നെ അത് നമ്മൾ മാറ്റി വെക്കേണ്ടി വരും, 25 പവന് അതിനിപ്പോ കാശത്രമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പടച്ചമ്പുരാൻ, ഇയാൾക്ക് ഇങ്ങനെ 25 പവൻ, ആണുങ്ങൾക്ക് 25 പവൻ കൊടുക്കാൻ ആരെയും പറഞ്ഞു. അപ്പൊ എനിക്ക് സംശയപ്പോ ഞാൻ നല്ല ചോദിച്ചു ഉസ്താദിനോട്, എന്താണ് ഇയാൾ പറഞ്ഞത്? അത് ഇയാള് മകളെ കല്യാണം കഴിച്ച പുതിയാപ്പിളയാണ്. അപ്പൊ മകൾക്ക് ഇയാൾ 25 എത്ര കൊടുക്കാൻ, 75 കൊടുക്കാൻ 50 കൊടുക്കുള്ളൂ, 25 കൊടുക്കാനുണ്ട്. അതാണ് ഇപ്പൊ അയാൾ വന്ന് പറഞ്ഞത്. ഇത് കേട്ടിട്ട് നിയന്ത്രിക്കാൻ പറ്റില്ലല്ലോ. ഞാനാ കടന്നു കാണുന്ന ചോദിച്ചു, എന്തെങ്കിലും ചർച്ച ചെയ്യുന്നത്. അപ്പോഴാണ് അവര് പള്ളിയിൽ ഇങ്ങനെ 2 ഉസ്താദന്മാരൊക്കെ ഉണ്ട് എന്നുള്ള വിവരം തന്നെ ഒരു ചിന്തിക്കണത്. ഇവർ അവരെ സ്വതക്കാണ് തീരുമാനിക്കുക. അല്ല ഉസ്താദ്, അത് ഞങ്ങൾ ഇയാൾ മരിച്ചു വരുന്നു, അയാളെ സ്വത്തിന്റെ വിഷയം പറയാണ്. അപ്പൊ ഞാൻ ഇയാളെന്താ പറഞ്ഞത്? അപ്പൊ 25 പവൻ കൊടുക്കാന്ന് പറഞ്ഞില്ല ഇയാൾ മകൾക്ക്. ഇത് കൊടുക്കാൻ എന്ത് ബാധ്യതയുള്ളൂ? നിങ്ങൾക്ക് എന്ത് ബാധ്യതയാണുള്ളത്? ഇസ്ലാമിക ശരീഅത്തിൽ അങ്ങനെ നിങ്ങൾക്ക് വല്ല ബാധ്യതയില്ല. നിങ്ങളാണ് കൊടുക്കാൻ, മാറ്റി വെക്കാനൊക്കെ നിങ്ങളാണ് തീരുമാനിക്കുക. നിങ്ങൾ ആരാണെന്ന്. അപ്പോഴാണ് അവരെല്ലാം കൊടുക്കേണ്ടതെന്ന് ചോദിച്ചത്. അപ്പോഴാണ് അവർ ചിന്തിക്കുന്നത് അല്ല കൊടുക്കേണ്ടത്. ഒരു വാപ്പ മക്കൾക്ക് വേണ്ടി എന്തു കൊടുക്കാന്ന് പറഞ്ഞാലും അയാൾ മരിക്കുന്നതോടുകൂടി അതിന്റെ കഥ കഴിക്കും. മരിക്കുന്നതോടുകൂടി ഇയാളുടെ സ്വത്ത് അനന്തരാവകാശമാണ്. അത് അർഹരായ ആളുകൾക്ക് ജീവിക്കാനല്ലാതെ അത് തരാൻ പറഞ്ഞിരുന്നു, ഇത് തരാൻ പറഞ്ഞൊന്നും പറയാൻ പറ്റൂല. അവകാശികൾക്ക് വേണ്ടി വസിയത്ത് ചെയ്യാൻ പറ്റും. സ്വത്തവകാശം കിട്ടുന്ന ആളുകൾ, ഇയാളെ മകൾ എന്ന് പറഞ്ഞ സ്വത്തവകാശം കിട്ടുന്ന പെണ്ണല്ലേ, അവൾക്ക് വസിയത്ത് ചെയ്യാൻ പറ്റും. പുറത്തായിരിക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് കൊടുക്കേണ്ടി വരും. അത് വസിയത്താണ്. അതും സാക്ഷികളും രേഖകളൊക്കെ ഉണ്ടെങ്കിൽ. അല്ല വെറുതെ എങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞൊന്നും പറ്റില്ല.
അപ്പൊ ആളുകൾക്ക് യാതൊരു ധാരണയില്ല. അത് പറഞ്ഞ് ഇത് പറഞ്ഞു പറഞ്ഞിട്ട് ഈ പണാണ് കൈകാര്യം ചെയ്യുന്നത്. അത് ഹക്കും ബാത്തിലും നോക്കണ്ടേ, ന്യായവും അന്യായവും നോക്കണ്ടേ. ഇതെന്തെങ്കിലും വാങ്ങിയിട്ട് വാരി വലിച്ചിട്ട് തിന്നാൻ പറ്റും. അപ്പൊ ഒന്നും അറിയാ പഠിക്കുക എന്നുള്ള നാട്ടിൽ എന്ത് നടക്കുന്നു അപ്പൊ അങ്ങനെയല്ലേ, എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ഓഹരി ചെയ്യുന്നു പറഞ്ഞു. ഏത് വിഷയം പറഞ്ഞാലും ഇപ്പൊ സാധാരണ മറുപടി പറയാണല്ലോ, എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുന്നത്. മർക്കസ് കോൺഗ്രസിന്റെ ആ പള്ളിയിൽ ഒരു ചങ്ങാതി, ഞാൻ എനിക്ക് അവിടെ ചെന്നപ്പോ ആ പള്ളിയിൽ ഇങ്ങനെ നിന്നിട്ട് മൂത്രയിക്കണ്ട, ആ മൂത്രപെരി മൂത്രമൊക്കെ ഒഴിച്ച് ഇയാളെ മുകളിൽ വെള്ളം ഒഴിച്ചിട്ട് മൂത്രിക്കാനായിട്ട് കയറുമ്പോൾ അത് കണ്ടിട്ടില്ല. ഞാൻ പുറത്ത് മൂത്രപെരി പോയി. ഇതൊക്കെ കഴിച്ചു വന്ന് ഞാൻ ഉള്ളൂർ സുസ്കരിക്കാൻ വന്നപ്പോ ഇയാളുടെ പുറത്ത് വന്നിട്ട് ടീം എന്ന് പറഞ്ഞൊരു അടി പുറത്ത്. ഈ ടൗണിലെ പള്ളിയിൽ നിസ്കരിക്കാൻ നിൽക്കാൻ തന്നെ പേടി, എപ്പോഴാണ് അടി കിട്ടിയെന്ന് പറയാൻ പറ്റും. ഇഷാറത്താക്കാണ് ഇമാമനെ കിട്ടാൻ വേണ്ടി. അയാൾക്ക് ഇമാമാകണമെങ്കിൽ എനിക്ക് താല്പര്യം ഉണ്ടെങ്കിലല്ലേ, നിങ്ങൾ വെറുതെ വന്ന് അടിച്ചിട്ട് നിങ്ങൾ അടിക്കണമെന്നൊക്കെ ഇമാമത്തെ ഏറ്റെടുക്കാൻ കഴിയുന്നത്. ഇമാമത്തെ നിസ്സാര കാര്യമാണ്. ആരെയും പിന്നിൽ നിൽക്കുന്നൊന്നും നോക്കാതെ നിങ്ങളെല്ലാവരും നിസ്കാരത്തിന്റെ ഉത്തരവാദിത്വം, ഇമാമാറിന് നിങ്ങൾ നിസ്കാരത്തിന്റെ ബാധ്യത ഏറ്റെടുക്കണ്ടേ. ഇത് ഞാൻ തയ്യാറാണെങ്കിലല്ലേ നിങ്ങൾ പഠിക്കേണ്ടതുള്ളൂ. ഏതായാലും ഇയാൾ അടിച്ചു. നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പായതുകൊണ്ട് ഞാൻ തിരിഞ്ഞു നിന്നിട്ടുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു അല്ല സംസ്കരിക്കല്ല, തുടരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞു നിങ്ങളല്ലേ പുറന്ന് മൂത്രമൊഴിച്ചത്. അതെ, നിന്ന് താഴോട്ട് ഒരു പുരുഷൻ നിന്ന് മൂത്രമൊഴിച്ച് താഴെ മൂത്രമൊഴിച്ചിട്ടുണ്ട്. അത് മേലിലേക്ക് നിങ്ങളെ പാൻസിലേക്കും ചെറ്റുമുക്കും കാൽമുക്കും തെറിക്കാത്ത വല്ല ടെക്നോളജി ഏതേ അമേരിക്കക്കാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇന്ന് ദുനിയാവിലെ ആർക്കെങ്കിലും പറയാൻ കഴിയും അങ്ങനെ? ഈ നിന്ന് മൂത്രമൊഴിച്ച താഴെ വീണ മേത്തേക്ക് തെറിക്കൂലേ? മൂത്രം നെജസല്ലേ? അതിങ്ങനെ പെൻസിലായി കഴിഞ്ഞാൽ നെജസായ പെൻസിൽ എങ്ങനെയെങ്കിലും നിസ്കരിക്കാം? കാൽമലായത് കഴുകാൻ നോക്കാം. ഈ പെൻസിലേക്ക് തെറിച്ച് എന്ത് ചെയ്യും? ഈ നെജസായ വസ്ത്രമായിട്ട് നിസ്കരിക്കല് ഹറാമല്ലേ? നെജസിന് ശുദ്ധിയാൽ നിസ്കാരത്തിന് ഷർത്തല്ലേ? ഷർത്തില്ലാത്ത നിസ്കാരം ഫസാദല്ലേ? അത് ഇബാദത്ത് ഹറാമല്ലേ? നിങ്ങൾ നിസ്കാരം ശരിയാവോ? ശരിയാവില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ കുറ്റം കൂടി വാങ്ങൂലേ എന്ന് ഞാൻ അയാളോട് ചോദിച്ചു. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അപ്പൊ അയാൾ ഇങ്ങനെ പറഞ്ഞു അതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയല്ലേ. അല്ല ശരിയല്ലാതെ അഭിപ്രായം മുമ്പർക്കില്ല, അതൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ എല്ലാവരും നിസ്കാരം ഇപ്പൊ ബാത്തിലായതുകൊണ്ട് ഇപ്പൊ എന്റേതായിട്ട് നന്നാകണ്ടല്ലോ എന്നാണ് മുമ്പ് ചിന്തിച്ചത്. അപ്പൊ എന്ത് പറഞ്ഞാലും ആളുകൾ അത് മറുപടി. എല്ലാ ആളുകളും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ ചെയ്യുന്നത്. നിങ്ങൾ അതങ്ങ് മാറ്റി ആളുകളിൽ ചെയ്യുമ്പോൾ നോക്കാനല്ല നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊരു രീതിയിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചുള്ള ജീവിതത്തിന്റെ ഒരു രീതി എല്ലാ കാര്യങ്ങളിലും. പക്ഷെ അത് ഒരു 2 മണിക്കൂറത്തെ പ്രസംഗത്തിൽ കൊണ്ട് പറയാൻ പറ്റില്ല. ഞാൻ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാനാണ്. പല സംഗതികളും പറയാനുണ്ടാവുമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം. കുറച്ച് അവിടെ ഇവിടെയൊക്കെ പറഞ്ഞതുകൊണ്ട് ഒരു കാര്യവും ഇസ്ലാമിന്റെ വിധിവിലക്കുകളിൽ നിന്ന് വിരുദ്ധമല്ല. നിങ്ങൾ ജീവിതത്തിൽ എന്ത് ചെയ്താലും, ഞാൻ അതാ പറഞ്ഞു, നിസ്കാരത്തിന്റെ 2.5 മണിക്കൂർ മാത്രമല്ല ഇസ്ലാം, അത് കഴിച്ചാലുള്ള ബാക്കി സമയം മുഴുവനും നമ്മുടെ വിവാഹങ്ങൾ, നമ്മുടെ കച്ചവടങ്ങൾ, വീട്ടിലുള്ള ജീവിത രീതികൾ, സന്താനങ്ങളെ വളർത്തുന്നത്, നമ്മുടെ ഷോപ്പിങ്ങുകൾ, നമ്മുടെ മരണങ്ങൾ, അനുബന്ധമായ കാര്യങ്ങൾ, രോഗങ്ങൾ, 100,000 ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ വരൂലേ ഒരാൾക്ക് ദൈനംദിന ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളിൽ ഇടപെടേണ്ടി വരും? ഏതിലാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തമായ ഒരു നിർദ്ദേശം ഇല്ലാത്ത ഒരു 10 മിനിറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ ഏതാണുള്ളത് പറഞ്ഞുതരാൻ കഴിയും? നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഈ ഇരിക്കുന്ന ഈ സദസ്സിൽ ഇതിന് റസൂലുള്ള പഠിപ്പിച്ച മര്യാദകളുണ്ട്. അത് പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. ഈ ഇരുത്തത്തിന് മര്യാദകളില്ലേ? നിങ്ങൾ പള്ളിയിൽ ജമാഅത്തിന് കയറി വരുന്നു, ആ വരുന്നതിന് മര്യാദകളില്ലേ? നമ്മൾക്ക് അറിയാം, ആ മര്യാദകൾ അറിയണം. ഒന്നിട്ട് ആളുകൾ ഓടുന്ന കണ്ടില്ലേ? ഓടി വരികയാണ്. ഇമാം റസൂലാണ് ഓടി വന്നിട്ട് അല്ലാഹു അക്ബർ. അവർ ഭയങ്കര താല്പര്യത്തിൽ ഞാനൊരു വലിയ പുണ്യകർമ്മ ചെയ്യുന്നതാണ് അയാളുടെ വിചാരം. കാരണം ഇത്രയൊക്കെ മെനക്കെട്ട് ഓടി വന്ന സ്ഥിതിക്ക് അല്ലാഹു തആല സ്വർഗ്ഗം സ്ഥാപിക്കും. റസൂൽ ഓടരുതെന്നല്ലേ നമ്മളോട് പറഞ്ഞത്? റസൂൽ പറഞ്ഞ ഒന്നുകൂടി കയറി വന്നാൽ നിങ്ങൾ വഖാർ സക്കീനത്തോടു കൂടി വളരെ ശാന്തമായിട്ട് പള്ളിയിൽ നടക്കാൻ പാടുള്ളൂ. റുക്കോൾ കിട്ടാതിരിക്കുക ചെയ്യട്ടെ. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന എന്താണ്? സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഓടുന്നത്. അപ്പൊ വിവരക്കേടല്ലേ അത്? എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഒരു കാര്യത്തിലും റസൂലുള്ളാഹിന്റെ മാർഗദർശനം ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. നിങ്ങൾ വീട്ടിൽ ചെന്ന് കയറുന്നു, ആ വീട്ടിലേക്ക് കയറുന്നതിന്റെ അദബ് ഇന്നതാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ആഹാരം കഴിക്കുന്നത് മാത്രമല്ല, ആഹാരം ഉണ്ടാക്കുന്നതിന് മര്യാദയുണ്ട്, ആഹാരം വിളമ്പി വെക്കുന്നതിന് മര്യാദയുണ്ട്. കഴിച്ച ആഹാരത്തിന്റെ ബാക്കി പാത്രം എങ്ങനെ വെക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കഴിച്ച മാത്രം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? വിളക്ക് കത്തിച്ചു വെക്കേണ്ട എങ്ങനെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ? വീട്ടില്
നിങ്ങൾ വസ്ത്രം തുന്നേണ്ടത് എപ്പോഴാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ? എത്രത്തോളം സൂക്ഷ്മതങ്ങൾക്കറിയില്ല. മഹാനായ സുന്നൂനുൽ മിസ്രി റളിയല്ലാഹു തആല തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ഒരിക്കൽ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല തങ്ങളുടെ അരികിൽ വന്നു. സുന്നൂനുൽ മിസ്രി വലിയ മഹാനായിരുന്നു, സൂഫിയനായിരുന്നു, അഗാധ ജ്ഞാനിയായിരുന്നു, വറഅന്റെ അഹ്ലുകാരനായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഓർക്കസ്ട്രയുടെ ഒക്കെ കഥ ഉണ്ടല്ലോ, അതുപോലത്തെ സൂക്ഷ്മത പാലിക്കുന്ന ആളായിരുന്നു. ആ കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടി, ആ മഹാന്റെ കുടുംബത്തിൽ ജനിച്ച മഹത്വമുള്ള ഒരു പെൺകുട്ടി ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ് മസല. എന്താ മസല ചോദിക്കുന്നറിയോ? ഇമാമയോട് ഞങ്ങൾ ഉപജീവനത്തിന് വേണ്ടി തുണി തുന്നുന്ന ആളുകളാണ്, ഞങ്ങൾ ജോലി അതാണ്. അപ്പൊ ഞങ്ങൾ വീട്ടിന്റെ പകൽ സമയത്ത് ചെയ്യും, പക്ഷെ എന്നാലും അത് മതിയാവില്ല. അപ്പൊ രാത്രി ഞങ്ങൾ ജോലി ചെയ്യേണ്ടി വരും. അപ്പൊ ഞങ്ങൾക്ക് വീട്ടില് അതിൽ കത്തിച്ചു വെക്കാൻ എണ്ണയൊന്നും വാങ്ങാൻ ഞങ്ങളുടെ കയ്യിൽ കാശില്ല. അപ്പൊ ഞങ്ങൾ വീട്ടിന്റെ തട്ടുംപുറത്തിരിക്കും. അപ്പൊ മുന്നിലുള്ള വഴികളിലൂടെ ആളുകൾ, അന്നത്തെ കാലല്ലേ ഈ ഫാനൂസ് കത്തിച്ചിട്ട്, ഫാനൂസ് എന്നാ പറയുന്ന സാധനം, പഴയകാലത്ത് നമ്മുടെ നാട്ടിലല്ലോ ഫാനൂസ്, അറബി പദമാണ് ഫാനൂസ്. അപ്പൊ ഈ ഫാനൂസ് കത്തിച്ചിട്ട് പോകും. അപ്പൊ ആ വെളിച്ചം ഞങ്ങൾക്ക് കിട്ടും. അവരുടെ ഫാനൂസിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾക്ക് തുണി തുന്നാൻ പറ്റുമോ? അത് ഹലാലാവോ? നിങ്ങൾ ആലോചിച്ചു, മസാല ചോദിക്കണം. എത്ര സൂക്ഷ്മതയാണ് അവർ പാലിച്ചിരുന്നത്. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല ചോദിച്ചു, അന്വേഷിക്കാൻ അവരോട്, മക്കളെ നിങ്ങൾ ആരാണെന്ന്. ഞങ്ങൾ സുന്നൂനുൽ കുടുംബത്തിൽപ്പെട്ട കുട്ടികളാണെന്ന് പറഞ്ഞു. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞുപോയി, പടച്ചവനെ, വറവിന്റെ സൂക്ഷ്മതയുടെ കുടുംബത്തിൽ നിന്നാണല്ലോ നിങ്ങൾ വരുന്നത്. അതുകൊണ്ട് മക്കളെ, ആ വെളിച്ചത്തിൽ നിങ്ങൾ തുണി തിന്നണ്ട എന്ന്. കാരണം നിങ്ങളെ കുടുംബം അങ്ങനെയാണ്, ആ സൂക്ഷ്മതന്റെ ആളുകളാണ്. സൂക്ഷ്മത ഇല്ലാത്തവർക്ക് പ്രശ്നം ചെയ്യാലോ, അവരോട് പിന്നെ പറഞ്ഞ കാര്യം അവർ ചോദിക്കാനും വരില്ല. അല്ലെങ്കിൽ ആരാൾക്ക് ചോദിക്കാൻ വരുന്നത്? നിങ്ങൾക്കറിയാം, ദർസൊക്കെ ഉണ്ടായിരുന്ന കാലത്ത്, ഇപ്പൊ ദർസ് കമ്മിയാണ്. ഞങ്ങളൊക്കെ പള്ളി ദർസിൽ ഓതിയവരാണ്. രാത്രി 12 മണി ഒക്കെ ആവും ഉറങ്ങാൻ. എന്താ അറിയോ? മസാല പഠിച്ചിട്ട് സുബൈക്ക് തുടങ്ങുന്നതാണ്. പള്ളി ദർസുള്ള പള്ളിന്റെ അടുത്ത് കൂടെ പോയി നോക്കണ്ടേ, 2ാം ദർസ് പറഞ്ഞ പരിപാടി ചോറിച്ച് വന്നിട്ടുള്ള ദർസാണ് 2ാം ദർസ്. എന്നാല് ആ 2ാം ദർസിന്റെ അരികിലൂടെ 2ാം സിനിമ ഒക്കെ കഴിഞ്ഞാണ്ട് ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ടാവും പള്ളിന്റെ അടുത്ത് കൂടെ. ഈ 2ാം ദർസിലുള്ള കുട്ടികളെ ശബ്ദം അപ്പോഴും കേൾക്കും. അവർ മസാല പഠിക്കുകയാണ്. ഫത്ഹുൽ ഞങ്ങള് ബൈഅന്റെ ബാബ്, കച്ചവടത്തിന്റെ ബാബൊക്കെ എത്ര കൊല്ലം മെനക്കെട്ടുകാരുടെ പഠിച്ചിട്ടുള്ളവർ. കൊല്ലങ്ങൾ എടുത്തിട്ടാണ് കച്ചവടത്തിന്റെ ബാബ് പഠിച്ചത്. അങ്ങനത്തെ 10,000-കണക്കിന് പണ്ഡിതന്മാരുടെ കേരളത്തിൽ കച്ചവടത്തിന്റെ ബാബ് പഠിച്ചു അല്ലേ? അത് ഒഴിവാക്കി പഠിക്കാൻ പറ്റില്ലല്ലോ. പഠിക്കുമ്പോ എല്ലാ അവസ്ഥയിലും പഠിക്കൂലേ, ബൈഅന്റെ ബാബൊക്കെ പഠിക്കൂലേ. പക്ഷെ ബൈഅന്റെ ബാബ് പഠിച്ചവരാരും കച്ചവടം ചെയ്യുന്നില്ല. കച്ചവടം ചെയ്യണം, ആർക്കും അതിനെക്കുറിച്ച് ഒരു സംശയമില്ല. ഞങ്ങളൊക്കെ പഠിച്ചിരിക്കാൻ ആരെങ്കിലും വന്നിട്ടൊന്നും ചോദിക്കണ്ടേ? പള്ളിയിലെ മുദരിസാദ് ഖതീബോ ഇമാമായിട്ടുണ്ടെങ്കിൽ സംശയം ചോദിക്കാൻ സുജൂദിൽ കാര്യം വെക്കുന്നതിനെ പറ്റി, പിന്നെ ഒതുർക്കുമ്പോ വെള്ളം പാരുന്നതിനെ പറ്റി, കച്ചവടത്തിനെ പറ്റി ആർക്ക് യാതൊരു സംശയമില്ല, ഒരു വിഷയമില്ല. എന്റെ സംശയമില്ല. ഒരു കല്യാണം നടക്കുകയാണെന്നെങ്കിൽ നിക്കാഹ് എന്ന് പറയുന്ന ഉസ്താദിനോട് എന്നല്ലാതെ അതിന് ടൈമാകുമ്പോൾ വണ്ടി കൊടുത്തേക്കാ എന്ന് പറയല്ലാതെ എന്തെങ്കിലും ഒരു മസാല ആരും ചോദിക്കുന്നുണ്ട്? ആരും ചോദിക്കുന്നുണ്ട്. പിന്നെ ചോദിക്കാതെ ഇടപെടലാണ് പലപ്പോഴും, ചോദിച്ചിട്ടല്ലാതെ ഒരു കാര്യവും നമ്മൾക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെ വിചാരം അതൊക്കെ നമ്മുടെ ദുന്യാവിന്റെ കാര്യമില്ല, അതൊക്കെ ഇപ്പം ഉസ്താദിനോട് പറയാനും കച്ചവടത്തിന്റെ കാര്യങ്ങളൊക്കെ ഉസ്താദിനോട് എന്താ ചോദിക്കാനും. ഇതിന്റെ മസാലകളാണ് ഏറ്റവും അധികം പഠിക്കുന്നതിന്. കിതാബില് വലിയൊരു ഏരിയ ഭാഗമാണത്. കിതാബുൽ ബുയോ, ബൈബിളുകൾ, കച്ചവടത്തിന്റെ എല്ലാ നിങ്ങൾ ചെയ്യുന്ന ദുന്യാവിൽ എന്തൊക്കെ കച്ചവടമുണ്ടോ അതിനൊക്കെ മസാല നമ്മളെ ചോദിച്ചാൽ പറഞ്ഞു തരാമെന്ന് മാത്രം. പക്ഷെ അധികം ആളുകളും എന്താ പറയുക, ചോദിക്കൂല. എൻ്റെ അടുത്ത് ഞാൻ ഹജ്ജിന് പോയിരുന്ന സമയത്ത് ഒരാള് ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് ഉമ്മാനൊന്ന് ഹജ്ജിന് കൊണ്ടുപോകണം, വയസ്സായി. ഞാൻ പറഞ്ഞു, എങ്ങനെ ഞങ്ങൾ ഈ വയസ്സായ ഉമ്മാനെ ഞാൻ കൊണ്ടുപോകാൻ? നീ മകനല്ലേ? ഇപ്പൊ നല്ല കാശുകാരനാണ്, ബിസിനസ് ചെയ്യുന്ന ആളാണ്, തമിഴ്നാട്ടിൽ വലിയ ബിസിനസ്സാണ്. എനിക്ക് ഉമ്മാന്റെ കൂടെ പോകുന്നൂടെ ഉമ്മാനെ നോക്കാൻ? ഓൻ പറഞ്ഞു, എനിക്ക് പോരാൻ പ്രശ്നം ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ എന്താ അറിയോ, ഇപ്പൊ ഞാൻ ഹജ്ജൊക്കെ ചെയ്ത് വന്നാലേ പിന്നെ ഇപ്പൊ ഞാൻ ചെയ്യണ കച്ചവടം ചെയ്യാൻ പറ്റില്ല. അപ്പൊ 2-3 കൊല്ലം കൂടെയൊക്കെയാണ് ചെയ്ത് കുറച്ച് ക്വാർട്ടേഴ്സും ബിൽഡിങ്ങും കുറച്ച് തോട്ടൊക്കെ വാങ്ങിയിട്ട് പോയി ഹജ്ജ് ചെയ്യാന്നാണ് എന്റെ അഭിപ്രായം. ഉമ്മാനങ്ങൾ ഏതായിരുന്നാലും തൽക്കാലം ഹജ്ജ് ചെയ്ത് കൊണ്ടുതോളൂ. അപ്പൊ ഇവനേനെ അറിയാം ഞാൻ ഈ ചെയ്യുന്ന സംഗതികളൊന്നും ഉസ്താദിനോട് പറയാൻ പറ്റിയ വിഷയങ്ങളല്ല.
അപ്പൊ അത്രേ ഉള്ളൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം. അത് ഹലാല ഹറാം അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല, അത് തോന്നുന്നതൊക്കെ ചെയ്യും. അതിന് ന്യായങ്ങളോ അന്യായങ്ങളോ ഒന്നും നമുക്ക് ബാധകമല്ല. ബാക്കി കാര്യങ്ങളിലൊക്കെ മതകാര്യങ്ങളിലൊക്കെ നമ്മൾ നല്ല താല്പര്യമുള്ളവരാണ് സാധാരണ. അപ്പോ നിങ്ങൾ മനസ്സിലാക്കണം, ജീവിതത്തിന്റെ ഒരംശവും ഇസ്ലാമിന്റെ വിരുദ്ധമല്ല. പക്ഷേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നാം അത് പഠിച്ചു കഴിഞ്ഞാൽ ജീവിക്കുമ്പോൾ കുറച്ച് പ്രയാസം നമുക്ക് തോന്നും ദുന്യാവിൽ. പക്ഷെ അത് ദുന്യാവിന്റെ താൽക്കാലികമായ പ്രയാസങ്ങൾ മാത്രമാണ്. അത് നമ്മൾ കണക്കിലെടുക്കേണ്ടതില്ല. എന്തുകൊണ്ടെന്നാൽ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേർഷ്യയിലെയും റോമിലെയും ചക്രവർത്തിമാരെ പറ്റി പറഞ്ഞില്ലേ, അവർക്കൊക്കെയാണ് ദുന്യാവ്. വലനൽ ആഖിറ, നമുക്കുള്ളത് ആഖിറമാണ്, പരലോകമാണ് നമുക്ക്. അപ്പൊ നമുക്ക് നല്ല പ്രയാസം ഉണ്ടാക്കി തീർക്കും. ഒരാൾ ശരിക്കും റസൂലുള്ളാഹിനെ പിന്തുടർന്ന് ജീവിക്കുക എന്ന് പറഞ്ഞാൽ നല്ല പ്രയാസമുള്ള സംഗതിയാണ്, അത്ര എളുപ്പമല്ല. സാധാരണ ഈ വഴവലക്കങ്ങൾ കേട്ട ഒരു ഹദീസിന്റെ എപ്പോഴും നിങ്ങൾ കേൾക്കുന്നതാണ്, മൻ തമസ്സക ബി സുന്നത്തി ഇൻദ ഫസാദി ഉമ്മത്തി ഫലഹു അജ്റു മിഅത്തി ഷഹീദ്. അതിങ്ങനെ സാധാരണ ഒഴുക്കമട്ടിൽ വഴവ് പറഞ്ഞു പോകലാണെന്ന് മാത്രം. ശരിക്കും അതിന്റെ അർത്ഥം ആലോചിച്ച് നോക്ക്. റസൂലുള്ളാഹി എന്താ പറയുന്നത്? മൻ തമസ്സക ബി സുന്നത്തി, ഒരാള് എന്റെ സുന്നത്ത് പിന്തുടർന്നാൽ, അത് മുറുകെ പിടിച്ചാൽ, ശരിക്കത് മുറുകെ പിടിച്ചാൽ, ഫസാദി ഉമ്മത്തി, എന്റെ സമൂഹത്തിൽ ഫസാദ് വ്യാപകമാകുന്ന സമയത്ത്, അതായത് ജീവിതം കുത്തഴിഞ്ഞു പോവുക, ഒരു നിയന്ത്രണം ഇല്ലാതിരിക്കുക, ഒരു വിധിവിലക്കുകളും ബാധകമാകാതിരിക്കുക, അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ആരെങ്കിലും എന്റെ വിശുദ്ധമായ ചര്യ മുറുകെ പിടിച്ചാൽ ഫലഹു അജ്റു മിഅത്തി ഷഹീദ്, 100 രക്തസാക്ഷിയുടെ പ്രതിഫലം അവനുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. 100 ഷഹീദിന്റെ പ്രതിഫലം. എന്താ നിങ്ങൾ ഉദ്ദേശിച്ച് മനസ്സിലായത്? ഈ ഹദീസിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? നിങ്ങൾ വിചാരിക്കും തൊപ്പിടൽ റസൂലുള്ളാഹിന്റെ സുന്നത്താണ്, അവർ തൊപ്പിട്ട് ഞാൻ റസൂലുള്ളാഹിനെ ഇത്തിബാഅ്, ഇതിന് 100 ഷഹീദിന്റെ കൂലിയാണ് നിങ്ങൾ വിചാരിച്ചത്. ആണോ? എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? ഒരു ഷഹീദ് എന്ന് പറഞ്ഞാൽ ആ രക്തസാക്ഷിയുടെ ത്യാഗം. നിങ്ങൾക്കറിയോ, മഹാനായ അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു തആല അൻഹു, ജോർഡാനിലെ മൂത്തത്തിലാണ് അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹുവിന്റെ വിശുദ്ധമായ ഖബറിടം. കഴിഞ്ഞ റജബിൽ ഞങ്ങൾ സിയാറത്തിന് പോയപ്പോൾ അവിടെ സന്ദർശിച്ചു. ഗംഭീരമായ മഖബറയാണ്. നമ്മുടെ നാട്ടിലുള്ള മഖബറകളൊക്കെ എത്രയോ ഇരട്ടി വലിപ്പമുള്ള ഗംഭീരമായ മഖബറ മഹാനായ അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ ഹബീബായ റസൂൽ ഹിജ്റയുടെ 8ാമത്തെ വർഷം മദീനയിൽ നിന്ന് 3000 സ്വഹാബികളെ റോമൻ സാമ്രാജ്യത്തിന്റെ ശത്രുക്കളുമായിട്ട് ഏറ്റുമുട്ടാൻ വേണ്ടി ഷാമിലേക്ക് പറഞ്ഞയച്ചതാണിത്. ആ അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു തആല തങ്ങളെ അല്ലാഹുവിന്റെ റസൂലിന്റെ നായകത്വം ഏൽപ്പിച്ചതാണ്. അവിടുന്ന് പറഞ്ഞു, ഇതിന്റെ നേതൃത്വം വഹിക്കേണ്ടത് സെയ്ദ് ബിൻ ഹാരിസത്താണ്. സെയ്ദ് ഷഹീദായാൽ ജാഫർ ബിൻ അബീ ത്വാലിബാണ്. ജാഫർ ഷഹീദായാൽ അബ്ദുല്ലാഹി ബിൻ റവാഹയാണ്. ആ 3 ചെറുപ്പക്കാർ, അവർ നിങ്ങൾ മനസ്സിലാക്കണം, അവർ നാട്ടിൽ ഭാര്യമാരും മക്കളുമുള്ളവരാണ്. മദീനത്തെ പള്ളിയിൽ റസൂലുള്ളാഹിന്റെ മുന്നിൽ നിന്ന് ഈ പതാക കൊടുത്ത് ഇറക്കി പോകുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ വാക്കിൽ നിന്ന് അവർക്ക് വ്യക്തമാണ്, ഞങ്ങൾ ഇനി നാട്ടിലേക്ക് മടങ്ങാൻ ഉള്ളവരല്ല. കാരണം റസൂലുള്ളാഹി പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ ഷഹീദാകുമെന്ന്, രക്തസാക്ഷിയാകുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ആ പോകുന്നത്. മൂത്തത്തിൽ വെച്ച് 1 ലക്ഷം വരുന്ന റോമൻ പടയാളികളുമായിട്ടാണ് അവർ ഏറ്റുമുട്ടിയത്. മഹാനായ സെയ്ദ് ബിൻ ഹാരിസത്ത് രക്തസാക്ഷിയായി. പിന്നീട് അതിന്റെ പതാക പിടിച്ച മഹാനായ ജാഫർ ബിൻ അബീ ത്വാലിബ് രക്തസാക്ഷിയായി. പിന്നീട് പതാക പിടിച്ച അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു തആല തങ്ങൾ ആ സമയത്ത് സന്നിഗ്ധ ഘട്ടത്തിൽ സ്വന്തം ശരീരത്തിനോട് പറഞ്ഞതാണ്, യാ നഫ്സു ഇല്ലം തുഖ്തലി തമൂതി വഫീ ഹിമാമിൽ മൗതി ഖസ്സലീതി. എന്തായിരിക്കാം എങ്ങനെ നിങ്ങൾ നോക്കും. ആത്മമിത്രങ്ങളായ 2 ആളുകളും കൺമുമ്പിൽ വെട്ടേറ്റ് വീഴുകയാണ്. വളരെ തുച്ഛം സഹാബികളാണ് കൂടെയുള്ളത്. ശത്രുക്കൾ 1 ലക്ഷം സർവശക്തരായ ആളുകളാണ്. അവരാ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ പ്രതിനിധികളാണ്. പക്ഷേ മഹാനായ അബ്ദുല്ലാഹി ബിൻ റവാഹ പറയുന്നത്, യാ നഫ്സു, എന്റെ ശരീരമേ, സ്വന്തം നഫ്സിനോടാ പറയുന്നത്, ഇല്ലം തുഖ്തലി തമൂതി, ഇവിടുന്ന് കൊല്ലപ്പെട്ടിട്ടെങ്കിലും മരിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് മരിക്കണം എന്ന് വിചാരിക്കുന്നതിന് വലിയ കാര്യമൊന്നുമില്ല. അത് എവിടുന്നായിരുന്നാലും സമാനമാണ്. ഇവിടുന്ന് കൊല്ലപ്പെട്ടിട്ടില്ലെങ്കിലും നീ മരിക്കൂലേ.
ശരീരത്തിനോട് ചോദിക്കാണ്, എന്റെ ശരീരമേ ഇല്ലം തുത്തലീത്ത മൂത്തി, ഇവിടുന്ന് കൊല്ലപ്പെട്ടിട്ടില്ലെങ്കിൽ നീ മരിക്കൂലേ? മരണത്തിന്റെ തീച്ചൂളയിലാണ് നീ വന്നു ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ ശരീരമേ, ഇക്കാലം അത്രയും ഹബീബായ റസൂലിന്റെ കൂടെ നടക്കുമ്പോൾ നീ കൊതിച്ചതെന്താണോ ആ രക്തസാക്ഷിത്വം ഇതാ അതിന്റെ സന്ദർഭം വന്നു കഴിഞ്ഞിരിക്കുന്നു. നിന്റെ മുൻഗാമികളായ രണ്ടാളുകളും ആത്മധൈര്യം അവലംബിച്ചുകൊണ്ട് പോരാടി മരിച്ചതുപോലെ നീയും പോരാടി മരിച്ചാൽ നിനക്ക് അല്ലാഹു തആല മാർഗദർശനം നൽകും. സ്വന്തം നഫ്സിനോട് വാക്ക് പറയാണ്, എന്നിട്ട് പോരാടിയിട്ട് അവിടെ വീണിട്ട് മരിക്കുകയാണ്. ഇതാണ് രക്തസാക്ഷി. ആ ത്യാഗം, മദീനയിൽ നിന്ന് 1 മാസം യാത്ര ചെയ്യണം അങ്ങോട്ട് മൂത്തത്തിലെ മരുഭൂമിയിലൂടെ, എന്നിട്ടാണ് ഈ ആളുകളായിട്ട് പോയിട്ട് യുദ്ധം ചെയ്യുന്നത്. ഇങ്ങനത്തെ 100 രക്തസാക്ഷിന്റെ കൂലി നിങ്ങൾക്ക് തരാം എന്തിനായി പറയുന്നത്? റസൂലുള്ളാഹിനെ പിന്തുടരാനാണ്. അപ്പൊ അത് അതിന് മാത്രം പ്രയാസമുള്ള സംഗതി ആവുമ്പോഴല്ലേ ആ കൂലി കിട്ടുള്ളൂ, അല്ലേ? അത്രമാത്രം പ്രയാസം വേണ്ടേ? ശരിയാണ്. നിങ്ങൾക്കറിയോ, നമ്മളൊരു വേഷത്തിൽ വിരാത്ത റസൂലുള്ളാഹിനെ ഇത്തിബായിൽ വലിയ പ്രയാസമുള്ള സംഗതിയൊന്നുമല്ല. ഇനി ഒരു പത്രക്കാരൻ നിസ്കരിക്കണം സുന്നത്താണ്, അതും പ്രയാസമുള്ളതല്ല. നോമ്പ് വെൽക്കണം, അതും പ്രയാസമുള്ളതല്ല. പക്ഷേ ഞാനീ പറഞ്ഞതുപോലെ റസൂലുള്ളാഹിനെ ഇത്തിബാ ചെയ്തിട്ട് പൊരിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. അത് കുറച്ച് പ്രയാസം. അതിന് 100 ചെയ്തതിന്റെ കൂലി തന്നെ കിട്ടും. ഇപ്പൊ നമ്മുടെ ഭാര്യമാരെയും മക്കളെ എടുത്ത് റസൂലുള്ളാഹിനെ ഇത്തിബാ ചെയ്യാൻ തീരുമാനിച്ചാൽ ജിഹാദ് ചെയ്യേണ്ടി വരും. അത്ര എളുപ്പമല്ലാതെ തോറ്റുപോകും നമ്മൾ. എന്തൊക്കെ സമ്മതിച്ചു പോയാലും പെരീ ചെന്നിട്ട് തിരിച്ചു വന്നാണ്ട് പറയാം, അതൊന്നും നടക്കൂല ഉസ്താദേ, പെരക്കാർ സമ്മതിക്കണില്ല. നമ്മൾക്ക് അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കൂല എന്ന് പറയും. അത് നടക്കുമ്പോൾ നിങ്ങൾക്ക് 100 ചെയ്തതിന്റെ കൂലി കിട്ടും ചെയ്യും. കാരണം നടക്കണമെങ്കിൽ അത്ര എളുപ്പമല്ലാതെ നല്ല പ്രയാസം ഉണ്ടാവും, പിടിച്ചു നിൽക്കേണ്ടി വരും. ഇല്ലാതിരുന്നാൽ കഠിനമായ സമ്മർദ്ദങ്ങളിൽ നിങ്ങൾ തകർന്നു പോകും. ആത്മധൈര്യം കാണിക്കണം. ഇതിന് ആർക്കാണ് സാധിക്കുക? ഇഹലോകത്തിന്റെ ഈ ആഡംബരങ്ങളുടെ പ്രവാഹത്തിൽ ഇതൊരു വലിയ ഒഴുക്കാണ്. ഈ ഒഴുക്കിൽ തിരിച്ചു പോകാൻ, ഒഴുക്കിന് എതിരിൽ തിരിച്ചു നിൽക്കാൻ ധൈര്യം കാണിക്കാൻ ആർക്ക് സാധിക്കുമോ അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നാം അത് ആദ്യം പഠിക്കണം. ഒന്നാമത് നമുക്ക് അറിവില്ലാത്തൊരു പ്രശ്നമുണ്ട്. എന്ത് കാര്യം എങ്ങനെ ക്ലിയർ ആയിട്ട് ചെയ്യാൻ നമുക്ക് അറിഞ്ഞുകൂടും പല കാര്യങ്ങളും. കാരണം ഇസ്ലാമിക വിജ്ഞാനം വളരെ വിശാലമാണ്. ആ അറിവുകളുടെ ശേഖരത്തിൽ നമുക്കൊന്നും കിട്ടിയിട്ടില്ല, പറയുന്ന എനിക്കും കിട്ടിയിട്ടില്ല. മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹു, നിങ്ങൾക്കറിയോ, 500 ഗ്രന്ഥം എഴുതിയ ആളാണ്. 500 കിതാബ് ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹുടേതായി. 500 കിതാബ് എന്ന് പറഞ്ഞാൽ ഒരു കിതാബ് തന്നെ 10-15 വാള്യാണ്. കിതാബിന്റെ വാല്യം എന്ന് പറഞ്ഞ പുസ്തകത്തിന്റെ, നിങ്ങളുടെ പുസ്തകത്തിന്റെ വാല്യല്ലാതെ പഴയ അൾമറിയിൽ പോയി നോക്കണം. പഴയ ദർസുള്ള പള്ളിയിലെ അൾമറിയിൽ ഉണ്ടാവും കിതാബ്. ആ കിതാബ് തുറന്നു നോക്കുന്നത് എത്ര കാഴ്ചശക്തി ഉള്ളവനോ അതത്ര വായിക്കാൻ കഴിയില്ല. അത്രയും ചെറിയ അക്ഷരങ്ങളാണ് ഇതിലുള്ളത്. പഴയ അറബി ലിപിയാണ്. വളരെ ഉറുമ്പിന്റെ കാലിന്റെ മാതിരിയാണ്. അപ്പൊ എത്രമാത്രം മഅലൂമാത്ത് ഇൻഫർമേഷൻ അതിലുണ്ടാവുന്ന ആലോചിച്ച് നോക്കും. കാരണം വളരെ ചെറിയ ഡോട്ട്സ് ആണ് അതിലുള്ള അക്ഷരങ്ങൾ. ഇന്നത്തെ പുതിയ ടൈപ്പിലൊക്കെ നല്ല തിളങ്ങുന്ന അക്ഷരങ്ങൾ കിട്ടും, അന്നത് കിട്ടൂലല്ലോ. അങ്ങനെയുള്ള ഒരു വാല്യം തന്നെ 1000 പേജ് ഉണ്ടാവും. ഇങ്ങനത്തെ 10-15 വാല്യാണ് ഒരു കിതാബ്. അങ്ങനെയുള്ള 500 കിതാബ് എഴുതിയ ആളാണ് ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹു. അതിൽ ഖുർആന്റെ തഫ്സീറുണ്ട്, ഹദീസിന്റെ വ്യാഖ്യാനമുണ്ട്, കർമ്മശാസ്ത്രത്തിന്റെ എണ്ണമറ്റ കിതാബുകളുണ്ട്, തസവ്വുഫുണ്ട്, വൈദ്യശാസ്ത്രം വരെ അതിലുണ്ട്. റസൂലുള്ളാഹിന്റെ പഠിപ്പിച്ച വൈദ്യശാസ്ത്രം വരെ. അത്രയും വിപുലമായ ആ ഗ്രന്ഥശേഖരങ്ങളിൽ നമ്മൾക്ക് എന്താ പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? നമ്മൾ ആയുസ് മുഴുവൻ ചെലവഴിച്ചാൽ അത് നോക്കി തീർക്കാൻ കഴിയും. പഠിക്കൽ പിന്നല്ലേ, വായിച്ചു തീർക്കാൻ കഴിയും. അപ്പോ 10-15 കൊല്ലം പഠിച്ച ഞങ്ങൾക്ക് പോലും ശരിക്ക് പറഞ്ഞാൽ ഒരു സൂചിയായിട്ട് ഈ പുതിയങ്ങാടി കടപ്പുറത്ത് ചെന്ന് ആ കടലിൽ ആ സൂചി മുക്കി അതിൽ നിന്നും പുറത്തെടുത്താൽ ആ കടലിൽ നിന്ന് എത്ര വെള്ളം സൂചിയിലുണ്ടാവും? അത്ര പോലും വിജ്ഞാനത്തിന്റെ പാരാവാരത്തിൽ നിന്ന് പഠിച്ചിട്ട് എത്താൻ കഴിയാത്തവരാണ് നമ്മളൊക്കെ തന്നെ. അപ്പോ അറിവിന്റെ പോരായ്മയാണ് നമുക്ക് വലിയൊരു പ്രശ്നം. നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ, ഇത് ഒരു 2-3 ദിവസ പ്രഭാഷണത്തിന്റെ ഉദ്ഘാടനത്തിന് വെച്ചുന്നുള്ളൂ. അതല്ല, നിരന്തരമായി ഒന്നുകിൽ സ്ഥിരമായിട്ട് ക്ലാസുകൾ സംഘടിപ്പിക്കും.
ക്ലാസ് സ്ഥിരം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ആഴ്ചയിലൊരിക്കലോ 2 ആഴ്ചയിലൊരിക്കലോ ആയിട്ട് അതെന്താണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ജീവിതമാണ്. ഒരു മുസ്ലിമിന്റെ ജീവിതം എങ്ങനെയായിരിക്കും, നമ്മുടെ സാമ്പത്തിക ക്രമീകരണം, നമ്മുടെ ബിസിനസ്സുകൾ, നമ്മുടെ കുടുംബ സംവിധാനം, നമ്മുടെ വീടിന്റെ സജ്ജീകരണം, നമ്മുടെ കുട്ടികളുടെ പരിപാലനം, ഇങ്ങനെ റസൂലുള്ള പഠിപ്പിച്ച ജീവിതത്തിന്റെ നിത്യജീവിതത്തിന്റെ തുടിക്കുന്ന യാഥാർത്ഥ്യങ്ങളുണ്ട്. അത് പാർട്ടുകളായിട്ട് ഒന്നായിട്ട് പഠിക്കാൻ കഴിയില്ല. അത് കുറേശ്ശായിട്ട് പഠിക്കണം. അത് പഠിക്കുമ്പോൾ പഠിക്കുന്നതിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ ജീവിതത്തിൽ ചിട്ടയുണ്ടാവും. ഒന്നുകിൽ ഇല്ലെങ്കിൽ നിരന്തരമായി പഴയ കാലത്തൊക്കെ അല്ലായിരുന്നു 40 ദിവസത്തെ വേദന 60 ദിവസത്തെ വേദനൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എനിക്കറിയില്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട്. മദ്രസത്തുൽ അൻസാറിൽ മഹാനായ പൂന്താവൻ അബ്ദുള്ള മുസ്ലിയാർ 6 മാസം വേദന പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ശരിക്കും പഠിപ്പിച്ചു കൊടുത്താൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പഠിപ്പിച്ചു കൊടുക്കണം. പുരുഷന്മാർക്ക് മാത്രം പഠിപ്പിച്ചു കൊടുത്താൽ അത് പരിയിൽ നടപ്പിലാവില്ല, കാലത്ത് പ്രത്യേകിച്ച്. അപ്പൊ അതുകൊണ്ട് സ്ത്രീകളെ വിളിച്ചു കൂട്ടിയിട്ട് അവർക്ക് ഒരു ശരിയായ കുടുംബ ജീവിതം എങ്ങനെയാണ് എന്ന്, ഒരു കുടുംബത്തെ സെറ്റപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് അവർക്ക് നന്നായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ അതിനുള്ള സംവിധാനങ്ങൾ നിങ്ങൾ ഉണ്ടാക്കണം. അല്ലാഹു തആല നമുക്ക് പള്ളി ഉണ്ടാക്കി തന്നു. ഇൻഷാ അല്ലാഹ് ഇനി മദ്രസ ഉണ്ടാകാൻ പോകുന്നു. അതോടൊപ്പം ഈ രാജ്യത്തിന്റെ സാമൂഹ്യ ജീവിതത്തിൽ പരിവർത്തനം സൃഷ്ടിക്കുന്ന രീതിയിൽ വൈജ്ഞാനികമായ വിപ്ലവം നിങ്ങൾ ഉണ്ടാക്കണം. അറിവിന്റെ വിപ്ലവം. സാമൂഹികമായ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം അറിയാത്ത ഒരു മനുഷ്യനും നിങ്ങളുടെ പരിസര പ്രദേശത്ത്, നിങ്ങളുടെ മഹലിൽ ഉണ്ടാകരുത്. അതിന് എണ്ണമറ്റ ആലിമ്യങ്ങൾ നമ്മൾക്കുണ്ടല്ലോ. പണ്ഡിതന്മാരുടെ കുറവല്ല നമ്മൾക്കുള്ളത്, ധാരാളം ആലിമ്യങ്ങളുണ്ട്, പറഞ്ഞു തരാൻ കഴിവുള്ളവരുണ്ട്. അപ്പൊ അവരെ വിളിച്ചുകൊണ്ടുവന്ന് അവരെ തയ്യാറുമാണ്. നിങ്ങൾ സജ്ജീകരണങ്ങൾ ഒരുക്കണമെന്ന് മാത്രം. അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയാണ് ആളുകൾ തയ്യാറാവും, പഠിപ്പിക്കുന്നവർ തയ്യാറാവും. ഇന്ന് വരെ ആരും പഠിപ്പിച്ചു തരൂല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ചില ആളുകളൊക്കെ എന്നാളൊരു സെമിനാറിന്റെ കുറെ അഡ്വക്കേറ്റുമാരും എല്ലാം കൂടുതൽ സെമിനാർ. അപ്പൊ സെമിനാറിന് മുന്നോട്ടായിട്ട് ചർച്ച ചെയ്തപ്പോ ചില വിഷയങ്ങൾ പറഞ്ഞപ്പോ ഖുർആനിൽ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞപ്പോ ഒരു വലിയൊരാളാണ്, അയാൾ പറഞ്ഞു അതൊക്കെ അതിന് ഈ ഖുർആനിലുള്ള പല സംഗതികളും ഈ പണ്ഡിതന്മാർ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കാതെ അത് മൂടിവെച്ച് ആണ് ആളുകൾക്കൊന്നും അറിയാത്തത്. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു, ഏത് പണ്ഡിതനാണ് നിങ്ങളോടത് മൂടിവെച്ചത്? നിങ്ങളിത് പഠിക്കാൻ ചെന്നിട്ട് അല്ലെ നിന്നോടാരും മൂടി വെച്ചിട്ടില്ല, നിങ്ങൾ പഠിക്കാൻ ചെല്ലാത്ത ആരാത് മൂടി വെക്കുക? പണ്ഡിതന്മാരത് മൂടി വെച്ചിരുന്നെങ്കിൽ ഞങ്ങളിത് പഠിക്കുകയായിരുന്നു. ഞങ്ങളുടെ ഉസ്താദന്മാരത് മൂടി വെച്ചാൽ ഞങ്ങൾക്ക് പഠിക്കാൻ കഴിയുമോ? ഒരാളത് മൂടി വെക്കുന്നതല്ല, ആളുകൾ ആവശ്യപ്പെടണം. ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു കൊടുക്കും, തയ്യാറാണ്. ആലിമീങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തയ്യാറാണ്. ഏതെങ്കിലും പണ്ഡിതന്റെ നിങ്ങൾ മസാല നിൽക്കാൻ ഞാൻ പറഞ്ഞു തരൂല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ അടുത്ത് രാവിലെ ചെന്ന് നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഖുർആൻ പഠിപ്പിച്ചു തരൂല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ അതുണ്ടാവില്ല. നിങ്ങളത് അന്വേഷിക്കണം, ഇൽമ് ചോദിച്ച് കണ്ടെത്തണം, ചെന്ന് വാങ്ങണം. അറിവുള്ളിടത്ത് പോകണമെങ്കിൽ അറിവിള്ളിടത്ത് അങ്ങോട്ട് പോവുകയാണ് വേണ്ടത്. എത്ര വലിയ ആളുകളായിരുന്നാൽ. മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല തങ്ങളുടെ അരികിലേക്ക് അബ്ദുൽ മലിക് ഇബ്നു മർവാൻ വിജ്ഞാനം തേടി വന്ന കഥ ചരിത്രത്തിന്റെ കിതാബുകളിലുണ്ട്. അബ്ദുൽ മലിക് ഇബ്നു മർവാൻ ആരാണ് നിങ്ങൾ മനസ്സിലാക്കണം? ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയാണ്. ഖിലാഫത്തുർ റാഷിദയ്ക്ക് ശേഷം, ഖലീഫമാരുടെ കാലഘട്ടത്തിന് ശേഷം മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഡമസ്കസ് കേന്ദ്രമായി രൂപീകൃതമായ ഉമവി ഭരണകൂടത്തിലുള്ള ഏറ്റവും പ്രധാനിയായിരുന്നു അബ്ദുൽ മലിക് ഇബ്നു മർവാൻ. അന്നത്തെ ഏറ്റവും പ്രൗഢിയുള്ള ഭരണാധികാരി ആ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ ഒരിക്കൽ മക്കത്തെ പോവുകയാണ് ഹജ്ജിന്. ആ സമയത്ത് മദീനയിൽ വന്നു. രാജാവല്ലേ വന്നിട്ടുള്ളത്. രാജാവിന് വലിയ തമ്പുകളും പരിവാരങ്ങളും സെക്യൂരിറ്റിയും അന്ന് അങ്ങനെയാണ്. ഖിലാഫത്ത് അലി റളിയല്ലാഹു അൻഹു മരണത്തോടു കൂടി പിന്നെ ഖിലാഫത്ത് പോയല്ലോ, പിന്നെ രാജാക്കന്മാരായല്ലോ. രാജത്വത്തിന്റെ പ്രൗഢിയിലാണ് വന്നത്. അങ്ങനെ വന്ന് അബ്ദുൽ മലിക് ഇബ്നു മർവാൻ രാവിലെ സുബഹിസ്കാരം കഴിഞ്ഞ് നാസ്ത കഴിച്ചതിന് ശേഷം ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, നീ പള്ളിയിൽ പോയി നോക്ക്, മദീനത്തെ റസൂലുള്ളാഹിന്റെ പള്ളിയിൽ അവിടെ പോയി നോക്ക്, അവിടെ ആലിമീങ്ങൾ ആരെങ്കിലും ഉണ്ടാവും, ഒന്ന് കൂട്ടിക്കൊണ്ടുപോകാം. എന്തിനാണ്? ഹദീസ് കേൾക്കാൻ. മൂപ്പർക്ക് സ്ഥിരം പതിവാണ് രാവിലെ 1 മണിക്കൂർ മൂപ്പര് ഏതെങ്കിലും ആലിമീങ്ങളെ കൊണ്ട് വഅദ് പറയിപ്പിക്കും, അത് സ്വയം കേൾക്കും. അങ്ങനെ വേലക്കാരൻ പള്ളിയിലേക്ക് ഓടി. രാജാവിന്റെ കൽപ്പനല്ലേ. പള്ളിയിൽ ചെന്ന് നോക്കുമ്പോൾ ഒരു പണ്ഡിതൻ അവിടെ, കുടിഞ്ഞ കണ്ണുകൾ, പ്രകാശിക്കുന്ന മുഖം, വീതിയുള്ള നെറ്റിത്തടം, വലിയ തലപ്പാവ്, നീണ്ട് വെളുത്ത് നരച്ച താടി, എല്ലിച്ച ശരീരം, ഇവരിങ്ങനെ പ്രൗഢമായിരിക്കുന്നു. 100 കണക്കിന് ആളുകൾ മുന്നിൽ ശാന്തരായിരിക്കുന്നു. അവരോട് ഇൽമു പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ക്ലാസ് കഴിഞ്ഞപ്പോ ഇയാൾ മെല്ലെ ചെന്നിട്ട് പറഞ്ഞു, എന്നെ രാജാവ് പറഞ്ഞയച്ചതാണ് അബ്ദുൽ മലിക് ഇബ്നു മർവാൻ. എന്താന്ന് ചോദിച്ചു. രാജാവ് പറഞ്ഞിട്ടുണ്ട് എന്റെ പണ്ഡിതന്മാരാരെങ്കിലും പള്ളിയിലുണ്ടാവും. എന്നുവെച്ചാൽ രാജാവിന്റെ അധികാരത്തിലുള്ള അന്ന് പള്ളിയും ഇമാമിയങ്ങളൊക്കെ ഇസ്ലാമിക ഭരണമല്ലേ. എന്റെ പണ്ഡിതന്മാരാരെങ്കിലും പള്ളിയിലുണ്ടാവും, ഹദീസ് കേൾക്കാനാണ് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. മൂപ്പരിട്ടോടെ പറഞ്ഞു, ഞാൻ അവന്റെ പണ്ഡിതനല്ലല്ലോ.
ഞാൻ അവന്റെ പണ്ഡിതനല്ലല്ലോ. ഇയാളാകെ ഞെട്ടിപ്പോയി. പടച്ചവനെ, രാജാവ് പറഞ്ഞിട്ട് ഇന്ന് വരെ ആരും ഇതിനൊരു മറുപടി പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഇയാള് പറഞ്ഞു, വളരെ വിനീതനായിട്ട് പറഞ്ഞു, അല്ല, ഇൽമ് കേൾക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് പറഞ്ഞു, അൽ ഇൽമു ലാ യഅതി ബൽ യുസാനു. ഇൽമ് ആളുകളെ തേടി അങ്ങോട്ട് പോകില്ല, ഇൽമിന്റെ അടുത്ത് അത് ആവശ്യമുള്ളവർ അന്വേഷിച്ച് ചെല്ലണം എന്ന് പറഞ്ഞു. വേറെ വർത്താനം പറഞ്ഞു. ഇയാൾ തിരിച്ചു വന്നു, രാജാവിനോട് പറഞ്ഞു. അയാൾ പറഞ്ഞ, ഞാൻ രാജാവിന്റെ പണ്ഡിതനല്ല, പിന്നെ ഇൽമ് ആളുകളെ തേടി പോകില്ല എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. രാജാവിന്റെ അംഗരക്ഷകന്മാര്, പരിവാരങ്ങൾ ചൂടായി. ആരാണ് അങ്ങനത്തെ ഒരാൾ? അവർക്കറിയില്ലല്ലോ, അവരുടെ പ്രശ്നം ഒന്നല്ലേ. പിന്നെ അവരെ രാജാവിനെ കാണിക്കാവുന്ന സാറാവും ചെയ്യും. കാരണം രാജാവിനോടുള്ള കൂറ് പ്രകടിപ്പിക്കണം. എല്ലാവരും കൂടി ബഹളം വെച്ചു, ആരാണ് അങ്ങനത്തെ ഒരാൾ എന്നൊക്കെ പറഞ്ഞു. രാജാവ് പറഞ്ഞു, നിങ്ങൾ ബഹളമൊന്നും വെക്കണ്ട, എനിക്കറിയാം സഈദ് ഇബ്നുൽ മുസയ്യിബ് ആയിരിക്കുന്നു, വേറെ ആർക്കും അങ്ങനെ പറയാൻ ധൈര്യം വരൂല. മഹാനായ സയ്യിദു താബിഈൻ, താബിഈങ്ങളുടെ നേതാവാണ്. ആ കാലഘട്ടത്തിൽ റസൂലുള്ളാഹിന്റെ സ്വഹാബികളിൽ നിന്ന് നേർക്ക് നേരെ വിജ്ഞാനം നുകർന്ന മഹാജ്ഞാനികളായ താബിഈ പണ്ഡിതന്മാരുടെ നേതാവാണ് സഈദ് ഇബ്നുൽ മുസയ്യിബ്. 40 വർഷമായി മദീന പള്ളിയിൽ, റസൂലുള്ളാഹിന്റെ വിശുദ്ധമായ പള്ളിയിൽ, അള്ളാഹിന്റെ ഹബീബായ റസൂൽ ഇരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ഇൽമ പ്രചരിപ്പിക്കുന്ന, പറഞ്ഞു കൊടുക്കുന്ന മഹാജ്ഞാനിയായ പണ്ഡിതനാണ്. അബ്ദുൽ മലിക് ഇബ്നു മർവാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. മൂപ്പര് ചെന്നു. പിന്നെ സഈദ് ഇബ്നുൽ മുസയ്യിബിന്റെ മജ്‌ലിസിൽ ഇരുന്നു, ഹദീസ് കേട്ടു. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കാല് പിടിച്ച് ചുംബിച്ചു രാജാവ്. കാല് പിടിച്ച് ചുംബിച്ചു സഈദ് ഇബ്നുൽ മുസയ്യിബിന്റെ. അതാണ് വിജ്ഞാനം തേടിപ്പോകുന്ന ആളുകളുടെ സ്വഭാവം. അവരെ തേടി നടക്കുകയാണ്, അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പൊ നാം ഇൽമ് തേടിപ്പോകണം, അന്വേഷിച്ചു പോകണം. ഇല്ലാതിരുന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാം ഇബാദത്തുകൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. ശുദ്ധ മനസ്സോടുകൂടെ തന്നെ അള്ളാഹു നമുക്ക് അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. നമുക്ക് അള്ളാഹു ഈമാൻ തന്നിട്ടുണ്ട്, അതിലൊന്നും ഒരു കുറവില്ല. ഞാൻ അതിൽ കുറ്റപ്പെടുത്തുന്നില്ല. നമുക്ക് എല്ലാവർക്കും അടിസ്ഥാനപരമായിട്ട് ഈമാനുണ്ട്, വിശ്വാസമുണ്ട്, ഇബാദത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്, ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അറിവില്ലായ്മ കൊണ്ട് ദൈനംദിന ജീവിതത്തിൽ പിശാച് നമ്മളെ ചതിക്കും. അപ്പൊ പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്താൽ ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ അതിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അതുകൊണ്ട് പഠിക്കണം, അറിയണം, അന്വേഷിക്കണം. ആ വിജ്ഞാനത്തിന്റെ മാധുര്യം ആസ്വദിച്ചാൽ നിങ്ങൾ അമ്പരന്ന് പോകുന്നത് അറിയുമ്പോഴേ അതിന്റെ മാധുര്യം അറിയുള്ളൂ. പഴയകാലത്ത് ആലിമീങ്ങളൊക്കെ പറയാറുണ്ട്, രാത്രി ഇങ്ങനെ കിതാബ് മുന്നിൽ വെച്ച് തല പുകയ്ക്കാണ് വിജ്ഞാനത്തിന് വേണ്ടി. എന്നിട്ട് ചിലപ്പോൾ രാത്രി 3 മണി 2 മണി സമയത്തൊക്കെ ആയിരിക്കും ഒരു മസാല കണ്ട് കിട്ടുന്നത്. അപ്പുണ്ടാകുന്ന സന്തോഷം കൊണ്ട് അവരുടെ കിതാബൊക്കെ അവർ കയ്യെന്നങ്ങി ചാടിപ്പോകും, ആഹ്ലാദം കൊണ്ട്. എന്നിട്ട് അവർ പറഞ്ഞു പോകും, അയ്ന അബ്നാഉൽ മുലൂക്, രാജകുമാരന്മാരെവിടെ എന്നവർ പറഞ്ഞു പോകും. കാരണം രാജകുമാരന്മാർ അവർക്ക് സുഖം എന്താണ്? അവർക്ക് പരമാവധി കിട്ടുന്ന സുഖം അവരുടെ മണിയറയിലേക്ക് ദിവസവും ഫ്രഷായ പെൺകുട്ടികൾ എത്തിച്ചു കൊടുക്കുന്നല്ലേ. അതിന് എത്ര സമയം ആ സുഖം ഉണ്ടാവും? അത് കുറച്ചു കഴിഞ്ഞാൽ അവർക്ക് മടുക്കൂലേ? ആ പെണ്ണിനെ ചവിട്ടി പുറത്താക്കില്ലേ? ആ സുഖത്തിന് ഒരു സ്ഥായിയായ സ്വഭാവമുണ്ടോ? പക്ഷേ ഒരു മസാല കിട്ടിക്കഴിഞ്ഞു, ആ മസാലയുടെ മാധുര്യം ഇനി മരണം വരെ ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കാം. ധൈര്യമായി ആരോഗ്യം ദിവസം പറഞ്ഞുകൂടെ? ഇൽമല്ലേ? അത് പ്രചരിക്കും തോറും ശോഭ കൂടുന്ന, പറയുന്തോറും ശോഭ കൂടുന്നതാണ് വിജ്ഞാനം. ആ ഒരു വിജ്ഞാനത്തിന്റെ മുത്താണ് കിട്ടിയത്. അതുകൊണ്ട് അവർ സന്തോഷം കൊണ്ട് പറഞ്ഞു പോകും, അയ്ന അബ്നാഉൽ മുലൂക്, രാജകുമാരന്മാരെവിടെ? അവരുടെ സുഖം ങ്ങളൊക്കെ എത്ര നിസ്സാരമാണ്. ഞങ്ങൾക്ക് കിട്ടുന്ന ഈ വിജ്ഞാനത്തിന്റെ മാധുര്യത്തിന്റെ മുന്നിൽ അതൊക്കെ എത്ര നിസ്സാരമാണ്. ഒരു ആയത്ത് പഠിക്കാൻ കഴിഞ്ഞാൽ അതിന്റെ രസത്തിനെ നിങ്ങൾക്ക് അറിയോ? അതിങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാൽ അതിന്റെ രസത്തിനെ നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ വായിലിട്ട് നിങ്ങൾ ചോറ് നിന്ന മാതിരിയാ, നിങ്ങൾ ഹലുവ തിന്നുന്ന മാതിരിയാ, ബിരിയാണി തിന്നുന്ന മാതിരിയാണ്. ഇന്നിപ്പോ ഉച്ചക്ക് എത്ര നല്ല ഭക്ഷണം കഴിച്ച ആളുകളാണ് അല്ലേ? എന്നിട്ട് മധുരൊക്കെ തൊള്ളിയിലില്ല. ഇപ്പൊ ഇങ്ങനെ വയറ് കയ്യൊക്കെയാണ്, വയറ് നിർത്തിയാൽ പോയിട്ട് നാസ്തയ്ക്കെന്ന് വിചാരിച്ചിട്ട് അല്ലേ? എത്ര മണിക്കൂർ നിന്നു ആ ഭക്ഷണത്തിന്റെ രസം പോയില്ലേ? ഇപ്പൊ ഒന്നുമല്ലാതെ ഇപ്പൊ ഗ്യാസ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഭക്ഷണത്തിൽ. അതാണ് ദുന്യാവിന്റെ സുഖം എന്ന് പറഞ്ഞാൽ. ഇൽമിന്റെ സുഖമല്ല, അത് വായിൽ പോവില്ല, നഷ്ടപ്പെടൂല. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കണം. അത് പഠിച്ചാൽ നിങ്ങൾക്കത് മുതലാകും, ഉപയോഗം ജീവിത ദുന്യാവിൽ ആഖിറത്തിൽ ഉപകാരപ്പെടും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ.